ഓ, ഡോമിനേഴ്സിനേക്കാൾ റേറ്റിംഗ് ഇതിനകത്ത് നമുക്കുണ്ട്. ഡെയിലി 2 കോടി ജനങ്ങൾ യാത്ര ചെയ്യുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ അവിടെ എല്ലാവരും ഇത്രയും ആൾക്കാർക്ക് ഒരു വലിയൊരു പ്രശ്നമാണ്, എൻ്റെ മാത്രം പ്രശ്നമല്ല. എന്തായിരുന്നു നിങ്ങൾ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആ ബിസിനസ്? ഈ റിജക്ഷൻസ് കിട്ടുന്നത് ഒരിക്കലും ഞങ്ങളുടെ ഐഡിയക്കല്ല, ഞങ്ങളുടെ കോൺസെപ്റ്റിനല്ല. ഈ റിജക്ഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ടീമിനാണ്. ഡെൽറ്റ ഫോർ തിയറി. ഓക്കെ, ഇപ്പോഴത്തെ പിള്ളേർ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങളിത് എങ്ങനെ പഠിച്ചു? നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് കോൺസെപ്റ്റാണ് റെയിൽവേയിൽ കൊണ്ടുപോയി നല്ല ഫുഡ് സെർവ് ചെയ്യണമെന്നുള്ളത്. റിയാലിറ്റി അതല്ല, നിങ്ങളുടെ ലൈഫാണെന്ന് നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചതല്ലേ? ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾ സ്റ്റിൽ ഫാർ ബിഹൈൻഡ് വേർ വി വാണ്ട് ടു ബി. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ ബാച്ചിലുള്ള എത്ര പേര് നാട്ടിലുണ്ട്? സിംഗിൾ ഔട്ട്ലെറ്റ് ആവുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് ലേണിങ്സും ഈ പ്രോബ്ലത്തിൽ നിന്ന് ആ ഒരു ഫേസിൽ ഞങ്ങൾ പ്രോബ്ലംസ് ആക്ച്വലി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ 20, 21, 22 വയസ്സേ ഉള്ളൂ. രാജ്യത്തിന് മൊത്തം ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് തോന്നി. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ ദിവസത്തിനേക്കാളും എനിക്ക് കുറച്ചുകൂടി എനർജി ഉള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് കഥ പറയുന്ന ഒരാളല്ല, 5 പേരാണ്. 20കളുടെ തുടക്കത്തിൽ നിൽക്കുന്ന 5 ചെറുപ്പക്കാർ. ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് ഇന്ന് ഇവരെ ഇൻ്റർവ്യൂ എടുക്കാൻ നേരത്ത്. കാരണം ഈ ഒരു ജനറേഷൻ മുഴുവൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി മൈഗ്രേറ്റ് ചെയ്യുമ്പോഴും അവർ സെറ്റിൽ ആകുമ്പോഴൊക്കെ സ്വന്തം നാട്ടിൽ നിന്ന് ബിസിനസ് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനൊരു ബ്രാൻഡാക്കി കഴിഞ്ഞ 1 വർഷം കൊണ്ട് വളർത്തിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായ ഒരു ബ്രാൻഡിൻ്റെ സാരഥികൾ 5 പേര്, കോ ഫൗണ്ടേഴ്സ്, റെയിൽ റോൾസിൻ്റെ സാരഥികൾ. സ്വാഗതം 5 പേർക്കും സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക്. ഭയങ്കര എന്താ പറയുന്നത്, വളരെ സന്തോഷമുള്ളൊരു എപ്പിസോഡ്, വളരെയധികം അഭിമാനമുള്ളൊരു എപ്പിസോഡ്. കാരണം നിങ്ങളെപ്പോലെ 5 പേര് നിങ്ങളുടെ ചെറിയ പ്രായത്തിനുള്ളിൽ ഇത്രയും നല്ലൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ബിസിനസ്സിനെ ഇത്രയും കാണുന്ന, ബിസിനസ്സിനോട് ഇത്രയും പാഷനുള്ള ഞങ്ങളെപ്പോലെ 90s കിഡ്സിന്, നിങ്ങൾ 2K കിഡ്സാണ്, 90s, 80s, 70s കിഡ്സിനൊക്കെ നിങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. നിങ്ങളുടെ 5 പേരുടെയും കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ നിങ്ങൾ 5 പേരുടെയും സെൻറ്റർ എന്ന് പറയുന്ന വ്യക്തി ഷിബിനാണ്. ഷിബിനിൽ നിന്ന് തുടങ്ങാം. എവിടെയാണ് നിങ്ങളുടെ 5 പേരുടെ സ്വദേശം? നമ്മൾ വരുന്നത് മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വരുന്നത്. സോ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ മൈസെൽഫ് ഷിബിൻ. ഞാൻ റെയിൽ റോൾസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO ആൻഡ് കോ ഫൗണ്ടറാണ്. ഷിബിൻ, അപ്പോൾ എനിക്ക് ഇവരെ 4 പേരെയും ഒന്ന് പരിചയപ്പെടുത്തുക. എങ്ങനെയാണ് ഷിബിൻ ഇവരിലേക്ക് എത്തുന്നതെന്ന് കൂടെ. കാരണം നിങ്ങൾ 5 പേരും ഒരേ നാട്ടുകാരാണെങ്കിലും 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഷിബിൻ എന്ന് പറയുന്ന ആ ഒരു ബിന്ദുവിനെ കേന്ദ്രീകരിച്ച് വന്നേക്കുന്നവരാണ്. സോ ഷിബിൻ തന്നെ പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് സഞ്ജിത്. ഞാൻ സഞ്ജു എന്ന് വിളിക്കാറ് നമ്മളെല്ലാവരും. സോ സഞ്ജു ആണ് നമ്മളുടെ റെയിൽ റോൾസിൻ്റെ CEO, കംപ്ലീറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. സോ സഞ്ജിത് ടേക്ക് കെയർ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഞാനും സഞ്ജുവും 2ാം വയസ്സ് മുതലുള്ള ബന്ധമാണ്. എൻ്റെ നെയ്ബറായിരുന്നു, പഴയ വീടിൻ്റെ നെയ്ബറായിരുന്നു. ആൻഡ് ഓവറോൾ നമ്മളിപ്പോൾ ഒരു ജനിച്ച മുതൽ ഇത്ര പരിചയമുണ്ട്. പിന്നെ നമ്മളൊരു 3 ഇയേഴ്സ് ആയിട്ട് ആക്റ്റീവ്ലി എപ്പോഴും ഒപ്പമാണ്. ട്രേഡിംഗ് ആയിട്ടും അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ നമ്മൾ കോ ഫൗണ്ടേഴ്സായിട്ട് നിലനിന്ന് കൊണ്ടുപോകുന്നു. ആൻഡ് ഇത് മിസ്റ്റർ നസീം നമ്മളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടറാണ്, കോ ഫൗണ്ടറാണ്. നസീമും ഞാനും പരിചയം വരുന്നത്, ഞാനും നസീമും +1 +2 ഒപ്പമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാണ് നസീമുമായിട്ടുള്ള പരിചയം. ആൻഡ് പിന്നെ ഷിജാവും ഞാനും +1 +2 ഒപ്പമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഷിജാവ് ഇപ്പോൾ റെയിൽ റോൾസിൻ്റെ CTO ആൻഡ് കോ ഫൗണ്ടറാണ്. ആളാണ് നമ്മുടെ ടെക്നിക്കൽ കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. ഷിജാവ് ഒരു BTech ഗ്രാജുവേറ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ സഫ്വാൻ നമ്മളുടെ CFO ആണ്, ചീഫ് ഫിനാൻസ് ഓഫീസർ ആൻഡ് കോ ഫൗണ്ടർ. സഫ്വാൻ നമ്മളെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനും സഫ്വാനും നെയ്ബേഴ്സാണ്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് ബാക്കത്തെ വീടാണ് സഫ്വാൻ. സോ അങ്ങനെയാണ് പുതിയ വീടിൻ്റെ ബാക്കത്തെ വീട്ടിലാണ്. എൻ്റെ പഴയ പാർട്ട്ണറാണ് സുമതി. സഞ്ജു എന്ന് പറഞ്ഞതുപോലെ പുതിയ നെയ്ബറും പഴയ നെയ്ബറും ആണെന്നല്ലേ? നെയ്ബറാണ്. ഓക്കെ, ഞാൻ ബാക്കി ഷിബിൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. കാരണം ഷിബിൻ വന്ന് നിങ്ങളുടെയൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ, നിങ്ങൾ +2 കഴിഞ്ഞ് ഗ്രാജുവേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ പ്രായത്തിൽ
ഷിബിൻ വന്ന് നിങ്ങളുടെ ബിസിനസ് ഐഡിയ പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതുവരെ ഉണ്ടായിരുന്ന ഫുട്ബോൾ ക്ലബ്ബിൽ നിന്നും ക്രിക്കറ്റ് ക്ലബ്ബിൽ നിന്നും അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന കളിചിരികളിൽ നിന്നും കൗണ്ടർ അടികളിൽ നിന്നൊക്കെ മാറി ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്ന റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തുന്നത്. അങ്ങനെ ഷിബിൻ ഒരു ആസ്പെക്റ്റ് പറഞ്ഞപ്പോൾ അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് തോന്നിയൊരു ഘടകം എന്തായിരുന്നു സഫാൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഷിബിൻ എന്തായാലും കുറേ കാര്യങ്ങൾ ചെയ്യണത് ഞാനും കാണുന്നതാണ്. അവൻ എന്തെങ്കിലും തുടങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട്. സംതിങ് അവൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഗുഡായിട്ട് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം അവനെ സില്ലിയാക്കി വിടുന്ന ഒരാളല്ല. അപ്പോൾ റെയിൽ റോൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൻ്റെ മേലെ അവൻ വർക്ക് ചെയ്യണത് എനിക്കറിയാം. വൺസ് അവൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി പോലെ തന്നതെന്ന് പറയുന്നത് സഫാൻ, ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു പ്ലാനിൻ്റെ മേലെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സംതിങ് ഒരു വലിയ എമൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് കൂടെ വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടാണ് കൂടെ വിളിക്കുന്നത്. ഒന്നും നോക്കിയില്ല, നേരെ കൂടെ പോന്നു. ഒരു ദിവസം എന്തായാലും ടൈം എടുത്ത് നെക്സ്റ്റ് ഡേ ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, ഷിജ എന്താണ് വരാനുള്ള റീസൺ? എനിക്ക് ഇതേ പറഞ്ഞ പോലെ ഷിബിനെ ചെറുപ്പം മുതൽ അറിയാം. ലൈക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലാന്നുണ്ടെങ്കിലും ചെറുപ്പം മുതൽ ഞങ്ങളൊരു ആൾമോസ്റ്റ് ഒരു അടുത്താണ് വീട്. അപ്പോൾ പിന്നെ +1 +2 ആയപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയി, ബെഞ്ച് ആയി. ഞങ്ങളുടെ ആ ഒരു +2ലും +2 കഴിഞ്ഞിട്ടും തുടർന്നുകൊണ്ട് വരുന്നൊരു ഫ്രണ്ട് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ് ഞാനും ഷിബിനല്ല. അപ്പോൾ ലൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടാവില്ല. അവൻ്റെ ഫൺ പേഴ്സണാലിറ്റി സൈഡിലും ഷിബിനുണ്ട്, ആൻഡ് സീരിയസ് പേഴ്സണാലിറ്റി സൈഡിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും വളരണം എന്നുള്ള ആ ഒരു പേഴ്സണാലിറ്റി സ്വിച്ചിലോട്ട് വരുമ്പോൾ അവിടെയുള്ള വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഷിബിൻ. അപ്പോൾ ഞാനും ഷിബിനും ഒരുപാട് കാലങ്ങളായിട്ട് പല ഐഡിയാസ്, അവന് തോന്നുന്ന ഐഡിയാസും എനിക്ക് തോന്നുന്ന ഐഡിയാസും, ലൈക്ക് സ്റ്റാർട്ടപ്പ് ഐഡിയാസിൻ്റെ പുറമെ ബാക്കി എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് ചെയ്യാനും ഏൺ ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നു പോയ ഒരു കോൺസെപ്റ്റ് മാത്രമായിരുന്നു ഇനീഷ്യലി റെയിൽ റോൾസ്. അപ്പോൾ അത് നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്ത് പോകുന്ന പോലെ ചർച്ച ചെയ്ത് പോയ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു മെറ്റീരിയലൈസ് ആയപ്പോൾ ഷിബിൻ എന്നെ അപ്രോച്ച് ചെയ്യും. ഞാൻ ലൈക്ക് വൈ നോട്ട്, ഞങ്ങളുടെ അന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കേസിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ഓക്കെ നമ്മൾ പൊട്ടി ഇതാവുന്നു, പക്ഷേ അപ്പോൾ പോലും നമുക്ക് കിട്ടുന്ന ഒരുപാട് ലേണിങ്സും നമുക്ക് കിട്ടുന്ന ലൈഫ് എക്സ്പീരിയൻസും അതുപോലെ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അതിന് ഞങ്ങൾ സിൻസ് ഡേ 1 ഒരുപാട് വാല്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അതാണ് മീ പേഴ്സണലി ഇതിലോട്ട് വരാനുള്ള ഒരു മോട്ടിവേഷൻ. ഇത്തിരി എക്സ്പോഷർ കിട്ടുമ്പോൾ വൈ നോട്ട് ആ ഒരു തോട്ട്. സഞ്ജുവിന് എന്തായിരുന്നു? ഷിബിൻ വന്ന് വലിയ ഐഡിയാസ് ഒക്കെ പറയുമ്പോൾ 1-2ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഈ ഒരു ഷിബിനിലേക്ക് വരാം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയയിലേക്ക് വരാമെന്ന് തോന്നാനുള്ള തോട്ട് എന്തായിരുന്നു? ഷിബിൻ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പം മുതൽ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ടാണ്. നമ്മളൊരു 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് ആവുന്നത്. ഞങ്ങൾ ഷിഫ്റ്റായി പോയിട്ടാണ് സെപ്പറേറ്റ് ആവുന്നത് അപ്പോഴാണ്. അപ്പോൾ പിന്നെ നമ്മളൊരു ഫംഗ്ഷൻ, ഒരു +1 +2 ടൈമിലാണ് ഒരു ഫംഗ്ഷനിൽ നമ്മൾ പിന്നെ കണക്റ്റ് ആവുന്നത്. സോ ഈ ഒരു +1 +2 ടൈമിൽ ഞാനിങ്ങനെ എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാം, ഒരു സക്സസ്ഫുൾ എങ്ങനെ മീൻസ് ഒരു 9 to 5 ജോബിലോട്ട് പോവാതെ എങ്ങനെ ഒന്ന് സക്സസ്ഫുൾ ആവാമെന്ന് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇത് മറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് അവസാനം നമ്മൾ ട്രേഡിങ്ങിൽ സ്റ്റക്കായി. ട്രേഡിങ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് വന്ന് അപ്പോഴാണ് ഞങ്ങൾ പിന്നെ റീകണക്ട് ആവുന്നത് ഞാനും ഷിബിൻ. അപ്പോൾ ഇത് നമ്മൾ അധികം ആരോടും സംസാരിക്കില്ല, കാരണം ഈ ഒരു മൈൻഡും കാര്യങ്ങളും അധികം ആർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും അതും ആ പ്രായമല്ലേ ഉള്ളൂ, ആ ഒരു മൈൻഡ് ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇത് ഉള്ളിലിങ്ങനെ ഒതുക്കി അങ്ങനെ ആരോടും പറയില്ല നമ്മളിങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷന് വന്നപ്പോൾ ഷിബിനോട് എന്തോ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഇവനും വേറെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ട്രേഡിങ് പഠിക്കുന്നത് ഒപ്പായി. അപ്പോൾ ഇതൊപ്പം നമ്മളിങ്ങനെ കൊണ്ടുപോയി ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഈ ട്രേഡ് ചെയ്യുന്നതിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് ബിസിനസ് ആശയങ്ങൾ പറയാൻ തുടങ്ങി. സ്റ്റാർട്ടപ്പ് ഐഡിയാസ്, കോൺസെപ്റ്റ് നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്ന ഇടയ്ക്ക് നമ്മളൊന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ എക്സിക്യൂട്ട് ചെയ്ത് അത് സക്സസ് ആയെന്നുള്ള ന്യൂസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഓക്കെ നമ്മൾ ചിന്തിക്കുന്നത് അത്ര ഒരു ബോർ കാര്യങ്ങളല്ല, ചെയ്ത ആൾക്കാരൊക്കെ വിജയിക്കുന്നുണ്ട്. നമ്മളെ തോട്ട് ആ ഒരു അത്ര ലോ ലെവലിലല്ല പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇപ്പം പിന്നെ പറയുന്നത് അങ്ങനെ റെയിൽ റോൾസിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്ന് പിച്ച് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാത്തതിൻ്റെ ഒരു റിഗ്രറ്റ് നമുക്കുണ്ട്. സോ ഇതിപ്പം വന്ന് പറഞ്ഞു എന്നാൽ ഓക്കെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് നാളെ മുതൽ തന്നെ അടുത്ത ദിവസം മുതൽ തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഓക്കെ എന്നാൽ റെയിൽവേ റിലേറ്റഡ് കാര്യമാണ്, റെയിൽവേ ബോർഡ് തന്നെ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി ചോദിച്ചു. അങ്ങനെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അപ്പോൾ അങ്ങനെ ഒരു ട്രേഡിങ് പഠിച്ച്
ഒരുമിച്ച് പഠിച്ച് അങ്ങനെയാണ് ഷിബിനിലേക്ക് എത്തുന്നത്. ഓക്കെ, നസീബ് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ ആക്ച്വലി ദുബായിൽ ഹോസ്പിറ്റാലിറ്റി ആൻഡ് പ്ലസ് ടു കഴിഞ്ഞ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കൾനറി ആർട്സ് ഒക്കെ പഠിച്ച് ഒന്ന് പോസ്റ്റ് ചെയ്ത് നാട്ടിലെത്തി. എനിക്ക് കുറച്ച് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്തിരുന്നു ഞാൻ, സ്വന്തം പ്രൊജക്ട്സിൽ. ആൻഡ് ദെൻ അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് ഫ്യൂച്ചർ പ്രൊജക്റ്റിലേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിജാവും ഷിബിനും ഫുൾ ടീം കാണാൻ വന്നത്. സോ ഇവർ പിച്ച് ചെയ്ത ഐഡിയ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാനും ട്രെയിനിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതാണ്. എനിക്ക് യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു വിഷയമാണ്. സോ ആ ഒരു ഐഡിയ ഓക്കെ നടക്കും എന്ന് എനിക്കും ഫീൽ ചെയ്തു. പിന്നെ മോറോവർ നമുക്ക് 5 പേർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. എക്സാക്ട്ലി മോർ ദാൻ ബീൻ ആൻ ആവറേജ് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞങ്ങൾ എല്ലാവരും ത്രൈവ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ അങ്ങനെ ടീമപ്പ് ആയതാണ്. സോ ലാസ്റ്റ് കയറിയതാണ് ഞാൻ. ലാസ്റ്റ് കൂടെ വന്ന കോ-ഫൗണ്ടർ ആണല്ലേ? ഓക്കെ. സോ ഇവർ ജസ്റ്റ് നമ്മൾ ഈ ടീമിലെടുത്തതിന് അത് മാത്രമല്ല കാരണം. സോ ഇവർ ഓവറോൾ എവരിവൺ പേഴ്സണലി നല്ല അസൽ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ അവരുടെ മേഖലയിൽ അവർ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. ഇപ്പോൾ സുഫാൻ ആണെന്നുണ്ടെങ്കിൽ ACC 9 പേപ്പേഴ്സ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ആൻഡ് നല്ല മാർക്സോടെ പാസ്സാകുന്നുണ്ടായിരുന്നു. അവൻ ഫിനാൻസ് രംഗത്തിൽ നല്ല രീതിയിലുള്ള അറിവ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഷിജ ആണെന്നുണ്ടെങ്കിലും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഞാൻ ഷിജാനെ ആയിരുന്നു ആദ്യം മുതലേ കോൺടാക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ടെക് ഫീൽഡിലുള്ള ഒരു സ്കിൽ സെറ്റിന് വേണ്ടിയിട്ടാണ് ഷിജ എത്തിയിട്ടുള്ളത്. സഞ്ജു ഓഫ്കോഴ്സ് ഓപ്പറേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് എല്ലാ തലവേദനകളും ഏറ്റെടുക്കാൻ ധൈര്യമുള്ള ആളാണ് സഞ്ജിത്. സോ അത് അങ്ങനെയാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ട് സഞ്ജുവിൻ്റെ മുഖത്ത്. അപ്പോൾ ആ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് സഞ്ജിതാണ്. ആൻഡ് നസീം ആൾസോ നസീം ഓൺ പ്രോജക്റ്റ് ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഫ്ലെയിംസ് കറക്റ്റല്ലേ നസ്ഫൽ ഇത്? ഓക്കെ. സോ അവിടെ ഡൽഹിയിലും ഇവിടെ പോയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഓൾറെഡി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതിന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ടീമപ്പ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്നുള്ള ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് മോർ ദാൻ എ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ബട്ട് ആ സ്കിൽ സെറ്റും കൂടി ഇവരെല്ലാവരും ഇതാക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് സ്കിൽ സെറ്റുകളിലെ കോ-ഫൗണ്ടേഴ്സ് വന്നുകൊണ്ടുകൂടിയാണ് ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റത്. അങ്ങനെ നിങ്ങൾ 5 പേര് പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും സെറ്റായി. എന്തായിരുന്നു നിങ്ങൾ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആ ബിസിനസ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സക്സസ് ആക്കി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു ആ ബിസിനസ് മോഡൽ? എങ്ങനെയാണ് അതിനകത്തേക്ക് എത്തുന്നത്? ഓക്കെ, ഞാൻ പഠിച്ചിരുന്നത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന ടൈമിൽ നാട്ടിലോട്ട് വരുന്ന ട്രെയിനിലായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എനിക്കൊരു ഹൈജീനിക് ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടാനുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ഒരു ഫുഡ് അവിടുന്ന് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഏരിയ സറൗണ്ടിങ്. അപ്പോൾ കുറേ രീതിയിലുള്ള പ്രശ്നങ്ങൾ എനിക്ക്. അപ്പോൾ പിന്നെ ഇതെനിക്ക് മാത്രമല്ല, ഡെയിലി 2 കോടി ജനങ്ങൾ യാത്ര ചെയ്യുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ അവിടെ എല്ലാവരും ഇത്രയും ആൾക്കാർക്ക് ഒരു വലിയൊരു പ്രശ്നമാണ്. എൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു രാജ്യത്തിന് മൊത്തം ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് തോന്നി. സോ അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പഠിച്ച ടൈമിൽ തന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ചെറിയ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ അടുത്തൊരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു റോൾ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണ്. അവിടുന്ന് റോള് വാങ്ങി ഞാൻ 5 കിലോമീറ്റർ ഫ്രണ്ട് ബൈക്കിൽ കൊണ്ടാക്കി തരും. റെയിൽവേ സ്റ്റേഷനിൽ കയറും. എന്നിട്ട് ഇത് കഴിച്ചിട്ട് പോകുന്നൊരു ഇതാണ്. അപ്പോൾ ഇത് ഒന്ന് ഒരു സ്റ്റാർട്ടപ്പ് മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തുകൂടാ, ഏതൊരു സ്കെയിലബിൾ മോഡലിലോട്ട് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്തു. അങ്ങനെ എല്ലാം കൊണ്ട് പറ്റും. നമ്മളുടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇവിടെ ഇതിനു വേണ്ടി ഒരു 2-3 വർഷം ഇട്ടാലും കുഴപ്പമില്ല, അതിനുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും സ്റ്റഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിബിൻ മാത്രം ഡ്രോപ്പ് ചെയ്തു. സഞ്ജുവിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് സെമ്മ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഡ്രോപ്പ് ചെയ്തെന്ന് പറയാൻ കഴിയില്ല. എൻ്റെ 5th സെമസ്റ്റർ കഴിഞ്ഞു. അപ്പോൾ 6th സെമസ്റ്റർ അടുത്ത കൊല്ലം പരീക്ഷ എഴുതിയാൽ മാത്രം മതി, പോയി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 5th സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ ഫാമിലിയിലെ എൽഡർ സിസ്റ്റേഴ്സ് എല്ലാവരും 4 years ഡിഗ്രി എടുത്തിട്ടുള്ളത്. പറഞ്ഞു ഞാൻ 4 വർഷം ഡിഗ്രി പഠിക്കുന്നുണ്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാനത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യാമല്ലോ, ഇപ്പോൾ എക്സാം എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 5 കോ-ഫൗണ്ടേഴ്സായി. നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നപ്പോൾ എന്താ നിങ്ങൾ ചെയ്തത് സഞ്ജു? നമ്മളിത് നമ്മളെ എല്ലാ ബിസിനസ്സിലും എല്ലാ സ്റ്റാർട്ടപ്പുകളും ആൾക്കാർക്കും വരുന്ന പ്രശ്നമാണ്. നമ്മൾ ഐഡിയ വെച്ച് ഇങ്ങനെ ഇരിക്കും, ബാക്കിയുള്ള ആൾക്കാരെ വന്നത് കൊത്തിക്കൊണ്ട് പോകും. മീൻസ് നമ്മളൊരു ഐഡിയ നമ്മൾ ചിന്തിക്കുമ്പോൾ വേറെ 100 പേരെ അത് ചിന്തിക്കുന്നുണ്ടാവും. സോ ഐഡിയ എല്ലാവർക്കും കിട്ടും, അത് എക്സിക്യൂഷനിലോട്ട് വരുമ്പോഴാണ് അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും
പറ്റുന്നത്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് കോൺസെപ്റ്റാണ് റെയിൽവേയിൽ കൊണ്ടുപോയി നല്ല ഫുഡ് സെർവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുത്തെ വെൻഡേഴ്സിനെ കണ്ടു, മീൻസ് അവിടെ ഹോട്ടൽ നടത്തുന്ന ആൾക്കാരെ കണ്ടു. അപ്പോൾ അവർ കുറച്ച് ഇത് ഫയർ ബാക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞു നടക്കില്ല, അതാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. നല്ല റിജക്ഷൻ കിട്ടി. എല്ലായിടത്തും ഫസ്റ്റ് നമുക്ക് നല്ല റിജക്ഷൻ ആയിരുന്നു. ദെൻ നമ്മൾ നേരെ IRCTC ഓഫീസിൽ പോയി, പാലക്കാട് ഡിവിഷനിലെ ഓഫീസിൽ പോയി. അവിടുന്ന് നമുക്ക് കുറച്ച് ഇൻസൈറ്റ് കിട്ടി, നമുക്ക് കുറച്ചൊരു അപ്രിസിയേഷൻ കിട്ടി അവിടുന്ന്. ദെൻ അവിടുന്ന് കിട്ടിയ കണക്ഷൻ വെച്ചിട്ട് നമ്മൾ എറണാകുളത്തോട്ട് വന്നു. അവിടുന്ന് ഇങ്ങനെ നമ്മൾ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കാൻ തുടത്തി, എക്സിക്യൂട്ട് ചെയ്ത് ഓരോരുത്തരെ കണ്ട് അടുത്ത് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ തുടത്തി. അതനുസരിച്ച് നമ്മൾ ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്ത് വന്നു. ഇത്രയും ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഫുഡാണ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കണം, ഒരു ബിസിനസ് തുടങ്ങുന്നത്. ഇതിന് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം വലിയ ഘടകമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ എമൗണ്ട് ഉണ്ടായിരുന്നോ ഷിജ? ക്യാപിറ്റൽ ഇനീഷ്യലി നമുക്ക് ആൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു മിത്താണ്, നമുക്ക് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരും. റെയർ കേസിൽ വരുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ അതിൻ്റെ ചാൻസസ് ആർ ലെസ്. ആൻഡ് സ്റ്റിൽ വി ബിലീവ് ഞങ്ങൾ ബൂട്ട് സ്ട്രാപ്പിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് പോയിക്കാണെങ്കിൽ മേ ബി കിട്ടുമായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അവിടെ വന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൈം വൈകിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ജു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചിന്തിക്കുന്ന ഒരാശയം ഒരുപാട് പേര് വേറെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ള പറഞ്ഞ സാധനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞങ്ങളുടെ മേളിൽ ഫോഴ്സ് ചെയ്തൊരു പ്രഷറാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനും കാര്യങ്ങളും തപ്പി നടന്ന് ഒരുപാട് റിജക്ഷൻ കിട്ടി. പക്ഷേ ഈ റിജക്ഷൻസിലൊന്നും ഞങ്ങൾ ഒരിക്കലും ഡൗൺ ആയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റിജക്ഷൻസ് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു, നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. ഈ റിജക്ഷൻസ് കിട്ടുന്നത് ഒരിക്കലും ഞങ്ങളുടെ ഐഡിയക്കല്ല, ഞങ്ങളുടെ കോൺസെപ്റ്റിനല്ല. ഈ റിജക്ഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ടീമിനാണ്. കാരണം ആസ് എ ഫൗണ്ടേഴ്സ് ഞങ്ങൾക്ക് ഒരു ട്രാക്ക് റെക്കോർഡില്ല. നിങ്ങളെന്ത് അതെ, നമ്മൾ ജസ്റ്റ് ഏർലി 20s. ഓക്കെ, ഏർലി 20s ഈ ചെക്കന്മാരെ എന്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യണം? ഈവൻ ഐഡിയ ഗുഡ് ആണെങ്കിൽ പോലും ഞങ്ങളത് എങ്ങനെ പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യുമെന്ന് അവരെങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ആ ഒരു തോട്ടിലൂടെ ഞങ്ങൾക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് പ്രൂവ് ചെയ്യാം, നമുക്ക് ചെയ്ത് കാണിച്ച് നമ്മുടെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ടബിൾ ആണ്, സ്കെയിലബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് ഇവരുടെ മുന്നിലോട്ട് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പഡ് ലെവലിലാണ് ഒരുപാട് കാലം നമ്മുടെ കമ്പനീനെ വളർത്തിക്കൊണ്ട് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയത്. അപ്പോൾ അതായത് ആദ്യം നിങ്ങൾ ഇൻവെസ്റ്റേഴ്സ് വരുമെന്നുള്ള പ്രതീക്ഷയിൽ കോൺസെപ്റ്റ് ഉണ്ടാക്കിയിരുന്നു. എത്ര നാൾ നിങ്ങൾ ഇരുന്നു? എന്നാണ് നിങ്ങൾ റിയലൈസ് ചെയ്ത് ഇൻവെസ്റ്റർ വരില്ല, നമ്മൾ തന്നെ തുടങ്ങണമെന്ന്? 5 മാസം എടുത്തു. 5 മാസം എടുത്തു. ഐഡിയ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ട് 2024 മാർച്ചിലാണ്. ഒരു 5 months ഡൗൺ ദ ലൈൻ നമ്മൾ ഇതിൽ വിശ്വസിച്ചിരുന്നു ഏഞ്ചൽ ഇൻവെസ്റ്റർ ഏഞ്ചലിനെ പോലെ വരുമെന്നല്ലേ. പക്ഷേ അവിടെ നമുക്ക് ഒരു പ്രോപ്പർ ഇൻവെസ്റ്ററിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ട്രാക്ഷൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നോക്കുമ്പോൾ നമ്മളൊരു 5 T's, ഇൻവെസ്റ്റർ നോക്കുന്ന ഒരു 5 T ഉണ്ട്. അതായത് ടീം, ടെക്, ടൈമിംഗ്, ടാം മീൻസ് ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ്, പിന്നെ അതുപോലെ തന്നെ ട്രാക്ഷൻ. നമ്മൾ ആ ഒരു ട്രാക്ഷനും കൂടി ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിലോട്ട് നമ്മൾ ആ ഒരു ചെക്ക് ലിസ്റ്റ് ടിക്ക് ഇടുക എന്നുള്ളതായിരുന്നു നമ്മളുടെ രീതിയിൽ ഇതാക്കുക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾക്ക് ക്യാഷ് വേണമെന്നുള്ളത് മാത്രമേ നമ്മൾ ഫൗണ്ടേഴ്സ് എന്നുള്ള രീതിയിൽ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രീതിയിൽ ചിന്തിച്ചിട്ട് അവർക്കൊരു അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 മാസം കൊണ്ട് മനസ്സിലായി ഏഞ്ചൽ ഇൻവെസ്റ്റർ വരില്ല, നമ്മൾ തന്നെ തുടങ്ങണം. തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്തു. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത് എന്നാ ചെയ്തു? നമ്മൾ ആദ്യം ഇനീഷ്യലി ഫസ്റ്റ് ഐഡിയ വാലിഡേഷൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐഡിയ വാലിഡേഷൻ, ഓക്കെ. ആ ഐഡിയ നമുക്കിത് വർക്ക് ആവില്ല എന്ന് അറിയണമല്ലോ. കാരണം ഞങ്ങൾ 5 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഡ്രോപ്പ് ചെയ്തിട്ടാണല്ലോ, മീൻസ് കോർ കാര്യം ഡ്രോപ്പ് ചെയ്തിട്ടാണല്ലോ അറിഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അത് ഈ ഐഡിയ വാലിഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തത് കുനാൽ ഷായുടെ ഡെൽറ്റ 4 തിയറി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെൽറ്റ 4 തിയറി, ഓക്കെ. ഇപ്പോഴത്തെ പിള്ളേർ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. നിങ്ങളിത് എങ്ങനെ പഠിച്ചു? യൂട്യൂബ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഡെൽറ്റ 4 തിയറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സൊല്യൂഷനും നമ്മൾ പുതിയ കൊണ്ടുവരുന്ന സൊല്യൂഷനും ഇതിൽ രണ്ടിനും 10 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 4 ഡിഫറൻസ് ഉണ്ടാണ്. അപ്പോൾ നമ്മുടെ കേസിലുള്ള റൺസിന് പണ്ട് റെയിൽവേയിൽ നിന്ന് കഴിക്കുന്ന ഫുഡിന് 10 എത്ര മാർക്ക് കൊടുക്കാം? ഇപ്പോൾ നമ്മൾ 2 കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പുതിയ കൊടുക്കുന്ന സർവീസ് നമുക്ക് 10 എത്ര മാർക്ക് കൊടുക്കാം? നമ്മൾ 8 കൊടുക്കണം. ഈ 2ൻ്റെ 8ൻ്റെ ഇടയിൽ 4 ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഐഡിയയിൽ ഡെൽറ്റ 4 ഉണ്ട് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് ഡെൽറ്റ 4 ഉണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തൽ കണ്ടുപിടിച്ചു. സോ ആ ഒരു ഡെൽറ്റ 4 തിയറി യൂസ് ചെയ്തു. പിന്നെയും കുറച്ച് തിയറീസ് ഉണ്ട്. പിന്നെ മാർക്കറ്റ് വാലിഡേഷൻ ആയിരുന്നു രണ്ടാമത് ചെയ്ത്. ആ മാർക്കറ്റ് വാലിഡേഷനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ട, എത്ര വലിയ മാർക്കറ്റാണ്, അവിടെ വരുന്ന ട്രാവലേഴ്സ് എങ്ങനെയൊക്കെയാണ്, മീൻസ് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ കൺസപ്ഷൻ പാറ്റേൺ, അതുപോലെ തന്നെ അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർക്ക് എത്രത്തോളം പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ അതിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം അർജൻസി ഉണ്ട്, മാർക്കറ്റ് എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കിയപ്പോൾ നമ്മൾ മാർക്കറ്റ് വാലിഡേഷനും കിട്ടി.
സോ മാർക്കറ്റ് വാലിഡേഷൻ കിട്ടി, ഐഡിയ വാലിഡേഷൻ കിട്ടി, പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരോട് ഇത് റിയാലിറ്റിയിൽ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനോട്, പിന്നെ നമ്മൾ ഈ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ടെക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഈ ഒരു 2 രീതിയിലും നമ്മൾ മെൻറ്റേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മളിങ്ങനെ ഐഡിയ വാലിഡേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു ഷാർക്ക് ടാങ്ക് ഇന്ത്യയുടെ സീസൺ 4 പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഷാർക്ക് ടാങ്കിന്റെ അതിൽ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് അവർ നമുക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ അയച്ചു. ഓ, ഷാർക്ക് ടാങ്കിന് ഷോർട്ട് ലിസ്റ്റ് ആയിരുന്ന മെയിൽ കിട്ടി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി കാണുമല്ലോ. അത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് മീൻസ് നമ്മളൊരു 2 months ഉള്ളൂ ഐഡിയയുടെ പിന്നാലെ വർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ പിച്ച് ചെയ്തപ്പോൾ അവിടെ നമ്മളൊരു ഹയർ ഓർഗനൈസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ കോൺഫിഡൻസ് ഭയങ്കര വലുതായിരുന്നു. പിന്നെ നമ്മൾ ആരെ കാണാൻ പോകുമ്പോഴും നമ്മൾ അതിനനുസരിച്ചിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് അവരോട് സംസാരിക്കാൻ പോകാറ്. അപ്പോൾ അവരുടെ നിന്ന് നമുക്ക് കിട്ടുന്നൊരു അപ്രിസിയേഷൻ കാര്യങ്ങൾ. അപ്പോൾ ഈ ഓരോ അപ്രിസിയേഷനും കാര്യങ്ങളും കിട്ടിയപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇവഞ്ച്വലി ഇതിലോട്ട് എത്തി എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പം അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ തന്നെ തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചു. ആ സമയപ്പോഴേക്ക് ഈ റാപ്പ് ഉണ്ടാക്കണമല്ലോ. ഈ റാപ്പ് ഉണ്ടാക്കാനുള്ള ആരാണ്ടിയൊക്കെ ചെയ്തായിരുന്നോ? യെസ്, ചെയ്തായിരുന്നു. ഒരു സൈഡിൽ റാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതെ, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11 ഐറ്ററേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എൻ പ്രോഡക്റ്റിലോട്ട് എത്തിയത്. ഇവർ എൻ്റെ ടീം എനിക്ക് ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് ഒരു മിനിമൽ ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രിപ്പറേഷൻ ടൈം. ആൻഡ് ഓൾസോ അത് ട്രാവലേഴ്സിന് അത്രയും കൺവീനിയൻ്റ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ സപ്ലൈ ചെയിൻ ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് വെച്ചിട്ട് വേണം, എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ട് വേണം ഞാൻ മെനു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു 11 ഐറ്ററേഷൻ ഐറ്ററേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എൻ പ്രോഡക്റ്റിലോട്ട് എത്തിയത്. കഴിച്ചു നോക്കിയിട്ട് എന്ത് പറയുന്നു, വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ? ഓ പിന്നെ നമ്മൾ ഐറ്ററേഷൻ സൈക്കിൾ ഫാസ്റ്റ് ആക്കിയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള എൻ്റെ പ്രൊഡക്റ്റ് നിങ്ങളുടെ റാപ്പ് ഉണ്ടാക്കി, നിങ്ങളുടെ ഐഡിയ സെറ്റ് ചെയ്തു, നിങ്ങൾ ഷാർക്ക് ടാങ്കിൽ അയച്ചു കൊടുത്ത് മാർക്കറ്റ് സ്റ്റഡി നടത്തി, എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടിരിക്കുകയാണ്. അവിടെ ആകെയുള്ളൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഫണ്ട് മാത്രമാണ്. പക്ഷേ മുന്നോട്ട് പോകാൻ നമുക്ക് ഫണ്ട് വേണം. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോയി? 1 മുതൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും കരുതുന്ന പോലെ വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ കയ്യിലോട്ട് വരുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇനീഷ്യലി വർക്ക് ചെയ്യണത്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്താലും എങ്ങനെ ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരാം, ഇൻവെസ്റ്റർക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് എന്തൊക്കെ സപ്പോർട്ട്സ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിരുന്നത്. ഈവൻ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് ഉണ്ടാക്കുക, പിച്ച് ഡെക്ക് ഒന്നും കൂടി നന്നാക്കുക, പിന്നെ ഈ രീതിയിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ സെറ്റപ്പ് ചെയ്ത് ഒരു ബാങ്ക് അക്കൗണ്ട്സ്, ഈവൻ ഫണ്ട് വരാനുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടാണ്. ഇൻവെസ്റ്റർക്ക് പിന്നെ നേരെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി, കാശ് ഇട്ടാൽ മാത്രം മതി. ബാക്കിയുള്ള ഞങ്ങൾ എവിടെയൊക്കെയാണ് ടെൻഡേഴ്സ് വരുന്നത്, നമുക്ക് ഏതൊക്കെ ടെൻഡേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഇപ്പോൾ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വരെ ഉള്ളത് നമ്മൾ ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു 5 months കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇനിയൊരു 5 months പോവല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഡാറ്റ വെച്ചിട്ട് എറണാകുളം ലോക്ക് ചെയ്ത് ദെൻ എറണാകുളത്ത് വന്ന് നമുക്കൊരു സ്പേസ് കണ്ടുപിടിച്ച് ദെൻ നമ്മൾ ഇനീഷ്യലി തന്നെ പേഴ്സണലി നമ്മളൊരു 30K എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ 30,000 രൂപ വീതം നിങ്ങൾ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 30,000 രൂപ ഇട്ട് എറണാകുളത്ത് വന്ന് 1.5 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. 1.5 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്, കമ്പനിയുടെ അസറ്റ്. ഇവിടെ എറണാകുളത്ത് ഹൈക്കോർട്ടിൻ്റെ അടുത്ത് നമ്മൾ റൂം എടുത്ത്, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നമ്മുടെ മുന്നിൽ കാണുന്നത് ഹൈക്കോർട്ടാണ്, മുന്നിൽ പോലീസ് സ്റ്റേഷനുണ്ട്, നമ്മുടെ ചുറ്റുപാടും കുറേ വക്കീലന്മാരുണ്ട്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞേ, അതായത് ഹൈക്കോർട്ടിൽ റൂം എടുക്കാനുള്ള ഹൈക്കോർട്ടിൻ്റെ അടുത്താണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഹൈക്കോർട്ടാണ്, ഫ്രണ്ടിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, നമ്മുടെ ചുറ്റും വർക്ക് ചെയ്യുന്നതൊക്കെ വക്കീലന്മാരാണ്. അപ്പൊ നിങ്ങളെ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്തു, വൈബ് അടിക്കാൻ പോകാതിരിക്കാൻ അല്ലേ? കൊച്ചിയിൽ വന്ന അത്രയും ഡിസ്ട്രാക്ഷൻസ് ആണല്ലോ. സോ ഇതിലൊന്നും നമ്മൾ പോവാതെ നമ്മളുടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈക്കോടതിയുടെ അടുത്ത് റൂം അപ്പാർട്ട്മെന്റ് എടുത്തു. ഈ അപ്പാർട്ട്മെന്റിൽ ഫുള്ള് വക്കീലന്മാരാ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ബ്ലാക്ക് ഇട്ട് കിടക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ കാണുള്ളൂ. നമ്മുടെ ലോകം അങ്ങ് സീരിയസ് ആയിട്ടുള്ള ലോകമാക്കി. ഫ്രണ്ടില് പോലീസ് സ്റ്റേഷന്, അപ്പുറത്ത് ജയില്, അപ്പുറത്ത് ഹൈക്കോർട്ട്. ഈ പറഞ്ഞ പോലെ നമുക്കുള്ള പ്രഷർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നാൽ പ്ലസ് നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റിയോട് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ സ്റ്റേക്കും ഫുഡിനും ഒക്കെയുള്ള പൈസ ഈ 1.5 ലക്ഷം രൂപയിൽ നിന്ന് കിട്ടും. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 lakh കഴിയുന്നതിൻ്റെ മുന്നേ ഈ സാധനം നടത്തിയിരിക്കണം എന്നുള്ളൊരു സാധനം, ഒരു ഫോഴ്സ് നമ്മളിലുണ്ട്.
വൺസ് അപ്പോൾ ഓരോ ഫണ്ടും നമ്മൾ ചിലവഴിക്കുന്നത് അത്രയും കെയർ ആയിട്ടായിരുന്നു. ഈവൻ ഞങ്ങൾ പറയുകയാണെങ്കിൽ ആ ഒരു കുറച്ച് ടൈം ഞങ്ങൾ 5 പേരുടെ 60 മണിക്കൂറും പ്ലസ് ChatGPT AI പ്ലസ് പാല്, പഴം, മുട്ട, ബ്രെഡ് ആയിരുന്നു നമ്മളെ അത്രയും ഒരു കാലത്തെ ഫുഡ്. ആ ടൈമിൽ നമ്മൾ എല്ലായിടത്തും ഓരോ എവരി പെന്നീസ് വേർത്ത് നല്ല രീതിയിലാണ്. അപ്പോൾ ആ ടൈമിൽ എറണാകുളം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ രാത്രി പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ നമുക്ക് വില കുറവിൽ പഴം കിട്ടും, പഴം വാങ്ങി വെക്കുന്നത് അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. 9 മണിക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ നമുക്ക് അവിടെ ബാക്കിയുള്ള പഴമൊക്കെ അവർ എങ്ങനെ സെയിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ പോയി ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് ഒരു 2.5 കിലോനൊക്കെ നമ്മൾ അത്യാവശ്യങ്ങളെല്ലാവരും ഫുഡ് ചെയ്യണം. ഭക്ഷണം ഇല്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമല്ല ആൾക്കാരെ. അപ്പോൾ ഭക്ഷണം കഴിക്കും വേണം, എന്നാൽ സ്പെൻഡ് ചെയ്യാനില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ 20, 21, 22 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ഈ പട്ടിണിയൊക്കെ കിടന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇതൊക്കെ നിർത്തിയിട്ട് തിരിച്ചു പോകാം? വീട്ടിൽ ചെന്ന് എന്താണെങ്കിലും നമ്മൾ സേവ് ചെയ്താലും നമ്മൾ ഏൺ ചെയ്താലും ഇല്ലെങ്കിലും വീട്ടിൽ ചെന്നാൽ പത്തിരിയും ബീഫും ഉണ്ടാകും. നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല? ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാൻ എൻ്റെ ഫൗണ്ടേഴ്സിനോടാണ് എൻ്റെ കാര്യത്തിൽ. ഞാൻ ആ ടൈമിലൊക്കെ ഡൗൺ ആകുമ്പോഴും കുറേ കാര്യങ്ങളിൽ എനിക്ക് ഇവരുടെ കയ്യിൽ കുറേ സാധനങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ഇത്രയും വലിയ പ്രഷർ ഇവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കണ എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, നാളെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ട്രഗിൾ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു 1.5 ലാക്ക് കഴിയുന്നതിൻ്റെ മുന്നേ ഞങ്ങളൊരു ബാങ്ക് ക്രാക്ക് ചെയ്ത് നമുക്കറിയാം. അതായത് ഈ പറഞ്ഞ പോലെ ഡൗൺസും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി വരും. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ ജസ്റ്റ് ഒരു ഫേസ് ആണ്. ഓക്കെ, ഈവൻ ഞാൻ സെൽഫ് ഡൗട്ട്സും കാര്യങ്ങളും വരികയാണ്, എനിക്ക് റെയിൽ റോഡ്സിൻ്റെ കോൺസെപ്റ്റിൽ ഡൗട്ട്സ് വരികയാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. പക്ഷേ അതൊക്കെ എനിക്ക് ലൈക്ക് മാത്രമല്ല ഞങ്ങൾ 5 പേർക്കും അറിയാം ഈ പേഴ്സണലി വരുന്ന ഡൗട്ട്സൊക്കെ ഒരു ജസ്റ്റ് ഒരു ഫേസ് ആണ്. ഓക്കെ, നമ്മളത് വർക്ക് ചെയ്യുക, നമ്മൾ ഇടേണ്ട കാര്യങ്ങൾ, നമ്മൾ പുട്ട് ചെയ്യേണ്ട എഫേർട്ട് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് 5 വർഷം കൊണ്ട് 100 കോടിയാണ്. അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ വരുന്ന സ്ട്രഗിൾസ് ആണ്. പക്ഷെ അതൊരു ഫേസ് ആയിട്ട് മാത്രം കണ്ടിട്ട് മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷനിലോട്ട് ഞങ്ങൾ പോവാതെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും ഒരു ബിലീഫ് ഉണ്ടായിരുന്നു, മീൻസ് ഇത് കടന്നു പോകും. ഇപ്പം ഈ പ്രശ്നം ഇതൊക്കെ ഒരു ടെമ്പററി ആണ്, വൺസ് വി ക്യാൻ ഇത് മൂവ് ഓൺ ആകും, എന്തായാലും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു അവിടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഓരോരുത്തർക്കുമാണ് ഈ ഫേസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഓരോ ടൈമിൽ ഓരോരുത്തരുടെ ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും കൂടി ലൈക്ക് ഞാൻ ഡൗൺ ആവുന്ന ടൈമിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എടുത്തു പോക്കാനും എൻ്റെ ഒപ്പം എൻ്റെ 4 ഫ്രണ്ട്സ് ഉണ്ട്, 4 കോ ഫൗണ്ടേഴ്സ് ഉണ്ട്. ആ ഒരു ഫേസിലൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒപ്പം നിന്ന് അത് ഒരാളുടെ പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമാക്കി കണ്ടിട്ട് അവിടുന്ന് പൊക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 1.5 ലക്ഷം രൂപയാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത്. നിങ്ങളുടെ സ്റ്റേക്കുള്ള ഫണ്ട് കണ്ടെത്തണം. നിങ്ങൾ പഴമാണെങ്കിലും 5 പേര് എല്ലാ ദിവസവും കഴിക്കണ്ടേ, അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. ട്രാവൽ എക്സ്പെൻസ് കണ്ടെത്തണം. മാർക്കറ്റ് സ്റ്റഡി നടത്താൻ വേണ്ടി, സ്ഥലം കാണാൻ വേണ്ടി പുറത്തിറങ്ങി നടക്കുകയാണ് വെയിലും കൊണ്ട്. അപ്പോൾ അതിനുള്ള ഫണ്ട് കണ്ടെത്തണം. അപ്പോൾ ഈ 1.5 ലക്ഷം രൂപ നമുക്ക് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാൻ സാധിച്ചോ? 1.5 ലക്ഷം കൊണ്ട് സെഫാൻ പറഞ്ഞ പോലെ ഭയങ്കര ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലായിരുന്നു ഞങ്ങളുടെ ലൈഫ്. ആ ടൈമിൽ മുന്നോട്ട് പോയിട്ടിരുന്നത് ഇപ്പോഴും ആണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഒരു കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ. അന്ന് വളരെ ടൈറ്റ് ആയിട്ടുള്ള നേരോ ആയിട്ടുള്ള ഡിസിപ്ലിൻ ആയിരുന്നു. അപ്പോൾ ഈവൻ പെന്നീസ് ആണെങ്കിൽ പോലും ഞങ്ങൾ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു 1.5 ലാക്സ് ആണെന്നുണ്ടെങ്കിലും അത് ഡേ ബൈ ഡേ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം നമുക്ക് ഒരുപാട് ടൈമില്ല. ഓക്കെ, ഇത് തീരുന്നതിന് മുൻപ് നമുക്ക് ഇത് എങ്ങനെയും സ്റ്റാർട്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ സ്ഥിരം ഓരോ ബാങ്കിൻ്റെ മുമ്പിലും അങ്ങനെ ഓടാൻ തുടങ്ങി. ഞങ്ങൾ ആദ്യം ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിൽ ലോൺ കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഒരുപാട് ബാങ്കിൽ കയറി ഇറങ്ങി ലാസ്റ്റ് കാനറ ബാങ്കിൽ നിന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ പോലും ഒരു പേഴ്സണൽ ലോൺ എന്നുള്ള രീതിയിൽ ഷിബിൻ്റെ പേരിൽ ലോൺ എടുത്ത് ഞങ്ങൾ 5 പേരും അതിൻ്റെ ഡീഡ് എഴുതിയിട്ട് 5 പേരും ബാധ്യസ്ഥരാണെന്നുള്ള രീതിയിൽ എഴുതിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഔട്ട്ലെറ്റ് MVP, അതായത് ഞങ്ങൾക്ക് ഒരു വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ഔട്ട്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു സംഭവം ഞങ്ങൾ റിയലൈസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ തുടങ്ങാം. ബാക്കിയുള്ള കാര്യങ്ങൾ താനെ വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ ആ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുന്നു. ആ ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ പോലും ഞങ്ങൾക്ക് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റലോ സേഫായിട്ടൊരു ശ്വാസം വിടാനുള്ള ഒരു ടൈം ലിറ്ററലി ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ആ തുടങ്ങാനുള്ളൊരു ധൈര്യം കാണിച്ചതിന് ഞങ്ങളോട് തന്നെ താങ്ക്സ് പറയാണ്. കാരണം അതാണ് ആ ഒരു ചെറിയ ധൈര്യമാണ്, ചെറുതല്ല വലിയ ധൈര്യമാണ് ഞങ്ങൾ ഈ ഒരു ഇവിടെ കാണുന്ന റീൽ റോൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൗത്തിലാണ് നിങ്ങൾ തുടങ്ങുന്നത്. എത്ര നാളും കൊണ്ട് ഈ ഔട്ട്ലെറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു? നമ്മൾ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ 21 നമുക്ക് സെറ്റപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തൊരു സെപ്റ്റംബർ 15. അതിനുശേഷം നമ്മൾ ഔട്ട്ലെറ്റിൻ്റെ വർക്ക് തുടങ്ങി. പിന്നെ ഒരു ഒക്ടോബർ 21 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു, റൺ ചെയ്തു. ഫസ്റ്റ് റവന്യൂ വരൽ തുടങ്ങി. അവിടുന്ന് തുടങ്ങിയതാണ്. നമ്മൾ എറണാകുളം ജംഗ്ഷനിലായിരുന്നു നമ്മൾ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നത്. എറണാകുളം ജംഗ്ഷൻ്റെ
ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യത്തെ റോള് മേടിക്കാൻ വന്ന കസ്റ്റമർ ഇല്ലേ, ആ മൊമെന്റ് എന്തായിരുന്നു നിങ്ങൾക്ക്? വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. നമ്മളുടെ ഫസ്റ്റ് കസ്റ്റമർ ഒരു ഫോറിൻ ലേഡി ആയിരുന്നു, ഒരു ട്രാവലർ ആയിരുന്നു, ഐഡിയൽ ട്രാവലർ സ്ലോവാക്കിയെന്ന് വന്ന ഒരു ലേഡി ആയിരുന്നു. ആളെ പേര് സാലി എന്നാണ് ആളെ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ നമുക്ക് ഫസ്റ്റ് കിട്ടിയതിനെ ഒരു യഥാർത്ഥ ട്രാവലറിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, കിട്ടി. നമ്മുടെ ആള് വന്നത് നമ്മുടെ ആ ഒരു ഇനാഗ്രേഷന്റെ ലൈക്ക് ആ കളേഴ്സും കാര്യങ്ങളും വന്ന ആൾക്കാർ, അപ്പോൾ അവിടെ ജസ്റ്റ് വന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടമായി. ലൈക്ക് നമുക്കൊരു നമ്മളെന്താണ് ഏതൊരു സെറ്റ് ഓഫ് ട്രാവലേഴ്സിന്റെ പ്രോബ്ലം ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഐഡിയൽ ട്രാവലർ ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്കത് വന്നു. ഈ ഫോറിൻ ലേഡി റാപ്പ് ഫസ്റ്റ് കഴിച്ചപ്പോൾ മോൻ എന്നാ തോന്നി? ആ മൊമെന്റിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനമാണല്ലോ കഴിച്ചത്, അപ്പൊ എന്നാ തോന്നി? നല്ല സന്തോഷം തോന്നി. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ഐട്രേഷനിലാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഏജ് ഗ്യാപ്പുള്ളവരോട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവർ നല്ല റിവ്യൂ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. ബട്ട് ദിസ് വൺ ഈസ് ഒരു കസ്റ്റമർ പേ ചെയ്ത് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങുന്നതാണ്. ഞാൻ പേഴ്സണലി ഞാനാണ് അത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഫസ്റ്റ് റാപ്പ് ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളത്. സോ അവരും നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല റിവ്യൂസ് തന്നു, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. It was really good. ഞാൻ ആ മൊമെന്റിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഫീലിങ്സ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ ഔട്ട്ലെറ്റ് സക്സസ് ആയി, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ സെയിലും കാര്യങ്ങളൊക്കെ വന്നോ? ഇനിഷ്യലി ഔട്ട്ലെറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ശ്വാസം വിടേണ്ട ഗ്യാപ്പ് കിട്ടി അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് അത്രയും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിലായിരുന്നു സ്റ്റിൽ തുടങ്ങാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഞങ്ങൾക്ക് ആ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടുള്ള ഒരുപാട് സ്ട്രഗിൾസ് ആ ഒരു ടൈമിലൂടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ഈ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണി വെച്ച് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്കിനൊരു ലെവലുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഞങ്ങൾ മാക്സിമം റിസ്ക് എടുത്ത് കൊണ്ടുവന്നതാണ്. അതായത് നമുക്ക് സ്ട്രഗിളിങ് ഫേസിലും, അതായത് സെയിൽസ് ആൻഡ് റവന്യൂ ലോ ആയി നിൽക്കുന്ന ടൈമിലും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കിട്ടുന്ന റെസ്പോൺസ് നല്ലതായിരുന്നു. അതായത് വരുന്നത് വളരെ കുറച്ച് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ അടുത്ത് കിട്ടുന്ന റെസ്പോൺസ്, അവർ വീണ്ടും വീണ്ടും വരിക, അങ്ങനത്തെ കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് നന്നായിട്ടുണ്ടായി. ആ ഇനീഷ്യൽ ടൈമിൽ അത് നല്ല രീതിയിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ജസ്റ്റ് ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഗുഡ് ആവും എന്നുള്ളത് മനസ്സിലായി. കസ്റ്റമർ റിട്ടൻഷൻ ആ ടൈമിൽ വളരെ കുറവ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പക്ഷേ റിട്ടൻഷൻ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയത് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്താൽ മതി. അപ്പോൾ കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ എന്ത് ചെയ്യണം, ആൾക്കാരിലേക്ക് കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, റീൽ റൂൾസിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. റീൽ റൂൾസ് ഇവിടെ ഉണ്ടെന്നുള്ളത് കുറേ, അപ്പോൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് പ്രസന്റ് നമുക്ക് പഠിച്ചപ്പോൾ മനസ്സിലായത് ഏറ്റവും നല്ലത് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ആണെന്ന് മനസ്സിലായി. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. യെസ്. അപ്പോൾ നമ്മളൊരു ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവച്ച് ഈറ്റ് കൊച്ചീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ടീമായിട്ട് സംസാരിച്ചു. അവർ നമ്മൾ ചെയ്തു. അങ്ങനെയാണ് നമ്മളെ ഫസ്റ്റത്തെ ഒരു ബൂം കിട്ടുന്നത്. അതിനുശേഷം പിന്നെ വേറെ രീതിയിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് നമുക്ക് കസ്റ്റമർ ട്രാക്ഷൻ കൂടി അതിനുശേഷം നമ്മൾ ഗ്രോത്ത് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്നായിട്ട് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ ചെറിയ പിന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നിങ്ങളെ കുറിച്ചുള്ള റൈറ്റപ്സും കാര്യങ്ങളൊക്കെ വന്നു, ആളുകൾ വീഡിയോ ചെയ്തു അല്ലേ? നമ്മൾ തുടങ്ങിയ ടൈമിൽ തന്നെ ഈ ഒരു കസ്റ്റമേഴ്സിന്റെ പോലെ തന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടുന്നത്. നമുക്ക് ഒരുപാട് വെൽ വിഷേഴ്സ്, നമുക്കറിയില്ല ആരാണ് എന്താണെന്ന് പോലും അറിയാതെ ഒരുപാട് DMs നമുക്ക് വരുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ്, വളരെ നല്ല ഇനീഷ്യേറ്റീവാണ്, കീപ് ഗോയിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെ ഈ റാൻഡം ആൾക്കാർ, ഏറ്റവും റാൻഡം ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ ഇൻസൈറ്റ് ഞങ്ങൾക്ക് അത്രയും സോഷ്യൽ മീഡിയയിൽ അവർ നമ്മുടെ ഓഡിയൻസ് നമ്മളെ വെൽക്കം ചെയ്ത രീതിയും അത്രയും ഹേർട്ട് വാമിങ് ആൻഡ് നമുക്ക് അത്രയും സപ്പോർട്ടീവായിരുന്നു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഒറ്റ ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് 1000 കോടിയിലേക്ക് എത്താൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ നെക്സ്റ്റ് ഔട്ട്ലെറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തു ആ സമയത്ത് തന്നെ? ഇനീഷ്യലി നമ്മൾ ആദ്യം ആ ടൈമിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അപ്പോൾ നമ്മൾ മെൻറ്റേഴ്സായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഓപ്പറേഷനിൽ നമ്മൾ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ മെനൂസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളതൊരു നോ ഷെഫ് റെസ്റ്റോറൻറ്റ് മോഡലാണ്. അതായത് ഒരു സിംഗിൾ ഷെഫിന് ആവശ്യം വരുന്നില്ല. ഏതൊരു അൺസ്കിൽഡ് വർക്കറിനും 3 days ട്രെയിനിങ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫുള്ളായിട്ട് പ്രിപ്പറേഷൻ നടക്കും. അപ്പോൾ മെയിൻലി നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഒരു ഇപ്പോൾ പ്രശ്നം വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഓപ്പറേഷനിൽ പക്ഷേ കുറച്ചും കൂടി പാളിച്ചകൾ നമ്മളതിൽ ഓപ്പറേഷനിൽ കുറച്ചും കൂടി SOPയിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരാണ്ട് ആ ഒരു SOPയിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യാണ്ടെന്ന് മനസ്സിലായി നമ്മൾ മെൻറ്റേഴ്സിനോട് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതൊന്ന് കുറച്ച് ലാഗാക്കി. സെക്കൻഡ് ഔട്ട്ലെറ്റ് നമ്മൾ പ്ലാൻ ആ ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഔട്ട്ലെറ്റ് കുറച്ച് ലാഗാക്കി. പിന്നെ നമ്മൾ അതേ ടൈമിൽ കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടി. അതായത് കസ്റ്റമേഴ്സ് നമ്മൾ ആ ടൈമിൽ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കസ്റ്റമറിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയതെന്ന് വെച്ചാൽ അവരൊരു 10 പേരൊപ്പം വരുമ്പോൾ 10ാമത്തെ ആൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫുഡ് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെയാണ് ഷിജാദ് നമ്മൾ വെബ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്. ഇപ്പോൾ വെബ് ആപ്പ് യൂസ് ചെയ്തിട്ട് അവർ പ്രീ ഓർഡർ ചെയ്യാറുണ്ട്.
ഓ അപ്പോൾ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുവാണെങ്കിൽ എനിക്ക് അതിന് മുന്നേ ഇന്ന ടൈമിൽ ഡെലിവറി ചെയ്യണമെന്ന് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഒരു കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ ട്രെയിൻ ട്രാവലേഴ്സാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ബിസി ട്രെയിൻ വരുന്ന ടൈമിൽ ഇവർ ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു 10% 9% ഓർഡർ ക്യൂവിന് ശേഷം 10% വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഒരു 10% കിട്ടുന്നത് അത്രയും ലേറ്റ് ആയിട്ടാണ് ആൾക്ക് ഫുഡ് കിട്ടാതിരിക്കാനുള്ള റിസ്ക്, ആൾക്ക് ട്രെയിൻ മിസ്സാവാനുള്ള റിസ്ക്. ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഓക്കെ, ആളോട് ഒരിക്കലും നേരത്തെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, കസ്റ്റമറോട് നമുക്കത് പറയാൻ പറ്റില്ല. അതെ 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 ഒബ്വിയസ്ലി പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു വെബ് ആപ്പിൻ്റെ ഒരു കോൺസെപ്റ്റോട്ട് എത്തുന്നത്. അവിടെ നമ്മുടെ മെയിൻ ഫീച്ചർ ഈ പറഞ്ഞ പ്രീ ഓർഡറിങ്, നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഒരു ടൈം സ്ലോട്ടിലോട്ട് നിങ്ങളുടെ ഓർഡർ പ്രീ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ആ ഒരു ടൈമിൽ നിങ്ങൾ വന്ന് പോകാന്നുള്ള രീതിയിൽ ആ ഒരു ക്യൂ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് എൻ്റെ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ എനിക്ക് അതൊരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ടെഫോറാന്നുള്ളൊരു ലൈക്ക് നമുക്കൊരു ബ്രദേഴ്സിനെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്ത ഹെൽപ്പ് അത്രയും വലുതായിരുന്നു. അങ്ങനെ നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്പായി. ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു വരുത്തിയ ലാഗ്, അതായത് ഫസ്റ്റ് ഔട്ട്ലെറ്റിൽ നിന്ന് സെക്കൻഡ് ഔട്ട്ലെറ്റ് നീട്ടി വെക്കാൻ ഞങ്ങൾ എടുത്ത തീരുമാനം ഞങ്ങൾക്ക് അത്രയും ഹെൽപ്ഫുള്ളായി. കാരണം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ്, മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവുന്ന ടൈമിൽ ആ പ്രോബ്ലംസ് വന്നിരുന്നെങ്കിൽ നമുക്ക് അത്രയും അത് മാനേജബിൾ അല്ലാതെ ഒരു മെസ്സിൽ പെടേണ്ടത്. അത്രയും കസ്റ്റമർ നെഗറ്റീവ്സും വരേണ്ട സാഹചര്യത്തിൽ സിംഗിൾ ഔട്ട്ലെറ്റ് ആവുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഒരുപാട് ലേണിങ്സും ഈ പ്രോബ്ലത്തിൽ നിന്ന് ആ ഒരു ഫേസിൽ ഞങ്ങൾ പ്രോബ്ലംസ് ആക്ച്വലി എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഓരോ പ്രോബ്ലം ഞങ്ങൾ മുൻപത്തിന് വിപരീതമായിട്ട് ഈ ഒരു ടൈമിൽ ഈ ഒരു ഫേസിൽ ഞങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നത് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തോന്നി. ലിറ്ററലി ഞങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു പ്രോബ്ലം വന്നതിന് ഞങ്ങൾ 5 പേരും പറയുന്നത് ഇൻ എ വേ ഇത് ഗുഡാണ്, നമുക്ക് ഇത്ര നേരത്തെ ഇത് പഠിക്കാൻ പറ്റിയത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അപ്രോച്ചിലായിരുന്നു അത്രയും ആ ഒരു ടൈം ഫ്രെയിം കടന്നു പോയിട്ടുണ്ടായിരുന്നു. ടൈം ഫ്രെയിം ഒക്കെ എടുത്തിട്ട് അടുത്ത ഔട്ട്ലെറ്റ് എവിടെയാണ് സഞ്ജു സ്റ്റാർട്ട് ചെയ്തത്? നമ്മളിപ്പോൾ ലാസ്റ്റ് 18th നമ്മൾ കാലിക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ 2 മേജർ സിറ്റീസിൽ 2 മേജർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽ റോൾസിൻ്റെ ഔട്ട്ലെറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൊച്ചിയിലും ഒന്ന് കോഴിക്കോടും കാലിക്കറ്റും. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഈ വളർച്ചയെ എങ്ങനെ നോക്കിക്കാണുന്നു? കാരണം ഒരുപാട് സ്ട്രഗിൾസിലൂടെ വന്നു, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. തിയറി അല്ല പ്രാക്ടിക്കലി വരുമ്പോഴുള്ള കാര്യമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഏഞ്ചൽ ഇൻവെസ്റ്റർ വരുമെന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ തുടങ്ങി വെച്ചിട്ടേ കാര്യമുള്ളൂ, നിങ്ങൾ റിയലൈസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഔട്ട്ലെറ്റ് ഇപ്പോൾ 2ാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തു. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു സംസാര വിഷയമായി. നിങ്ങൾ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വളർച്ച എങ്ങനെ നോക്കിക്കാണുന്നു ഷിബിൻ? ഓക്കെ, നമ്മൾ ഇനീഷ്യലി എടുത്ത ഒരു റിസ്ക്കും അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഏത് ദിവസം നമ്മൾ പണ്ട് എടുത്ത വർക്ക് നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും പക്ഷേ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അന്നെടുത്ത റിസ്കിനുള്ള റിവാർഡാണ് ഇപ്പോൾ കറൻലി കിട്ടുന്നുള്ള രീതിയിലാണ് ഒന്ന്. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് റിസലൻ്റ് ആയിരുന്നു. എന്ത് പ്രശ്നം വന്നപ്പോഴും നമ്മൾ നാളെ അത് നന്നാവും എന്നുള്ളൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് എല്ലാ സിനാരിയോയിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും നാളെ അത് നന്നാവും എന്നുള്ളൊരു രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കണക്കിന് നമ്മൾ കുറച്ച് ഫൂളായിരുന്നു, ധൈര്യത്തിലെടുത്ത് ചാടി. പക്ഷെ അത്യാവശ്യം റിസർച്ച് ബാക്ക് എൻഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റിസ്ക് എടുത്തതിനുള്ള റിവാർഡാണ് മെയിൻലി നമ്മൾ പറയുന്നത്. പ്ലസ് റിസൈലൻ്റ് ആയി നിന്നു. ഏത് പ്രശ്നം വന്നപ്പോഴും നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, വീണ്ടും വർക്ക് ചെയ്ത് അതിന് സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് പോയി. സോ അതാണ് ഇപ്പോൾ കാണുന്ന റിസൾട്ട് എന്നുള്ള രീതി. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റിനോ ഈവൻ വേറൊരു ബുക്സിനോ തരാൻ പറ്റാത്ത എത്രയോ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്തോളാം. MVP ഇപ്പോൾ നടക്കുന്ന കോഴിക്കോട് റിയാലിറ്റി അതല്ല, നിങ്ങളുടെ ലൈഫാണെന്ന് നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചതല്ലേ? പോഡ്കാസ്റ്റിംഗ് ബുക്സ് ഞങ്ങൾ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഞങ്ങളെ മുൻപ് ഫെയിൽ ആയത് സക്സസ് ആയത് അവരുടെ ലൈഫ് കേസ് സ്റ്റഡീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കത് കോഷ്യസ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞങ്ങൾ സ്റ്റിൽ ഫാർ ബിഹൈൻഡ് വെർ വി വാണ്ട് ടു ബി. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ എടുത്ത എഫേർട്ടിന് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ അത്രയും അഭിമാനത്തോടെയും അത്രയും കോൺഫിഡൻസ് കൊടുക്കുകയും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ഇനി മുൻപോട്ട് എഫേർട്ട് എടുക്കാനും റിസ്ക് എടുക്കാനും ഉള്ള ഒരു മോട്ടിവേഷനാണ്. ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റർ ചിലപ്പോൾ വിചാരിക്കും ഇവർ 5 ചെറിയ പിള്ളേർ, നാളെ അവരോട് ചിന്തിക്കുന്ന ഏറ്റവും വലിയൊരു ടെൻഷനായിരിക്കും ഇവർ 5 പേരുടെ നാളെ പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോകുമല്ലോ എന്ന്. നിങ്ങൾ 5 പേരും തമ്മിൽ വഴക്കും ബഹളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ സഞ്ജു?
ഉള്ളതിൽ ശാന്തമായിട്ടിരിക്കുന്ന സഞ്ജുവാണ്. സഞ്ജുവിനോട് തന്നെ ചോദിക്കട്ടെ. നമ്മൾ തമ്മിൽ ഇതുകൾ വരലുണ്ട്, ഡിസ്കഷൻസ് വരലുണ്ട്. നമ്മൾ 5 പേരുള്ളതുകൊണ്ട് തന്നെ ഈ മെയിൻ അഡ്വാൻറ്റേജ് പറയുന്നത്, ഇപ്പോൾ എനിക്കൊരു സജഷൻ പറയാനുണ്ടെങ്കിൽ അതിന് 5 ആൾക്കാരിൽ നിന്നാണ് അതിന് വേറെ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങൾ കിട്ടുന്നത്. അതിപ്പോൾ മേ ബി ഒരു 2 കോ-ഫൗണ്ടറുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒപ്പീനിയൻസ് വരാറില്ല. സോ നമ്മളുണ്ടാകുന്ന ക്ലാഷുകൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് ഓപ്പോസിറ്റ് അവിടുന്ന് വരാം. പക്ഷേ നമ്മളൊക്കെ ഒരു ഹെൽത്തി ക്ലാഷ് ആയിട്ടേ കാണുന്നുള്ളൂ. ഇപ്പോൾ നമ്മളല്ല ബിൽഡ് ആവേണ്ടത്, നമ്മുടെ കമ്പനി, നമ്മുടെ ബ്രാൻഡാണ് ബിൽഡ് ആവേണ്ടത് എന്നുള്ളത്. ബ്രാൻഡിന് എന്ത് ഗുഡാണോ അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഡിസിഷൻസ് എടുക്കാൻ 5 പേരുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യം സ്ലോ ഡൗൺ ആവും. ഒരു ബൈസ്റ്റാൻഡർ ആപ്പത്തി പറയുവാന്. അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തു വിചാരിച്ചാൽ നമ്മളെല്ലാവരും 5 ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ അതിൻ്റെ ഉത്തരവാദിത്തം, ആക്ഷൻ എടുക്കേണ്ട ഉത്തരവാദിത്തം ആ ഡെസിഗ്നേഷനുള്ള ആൾക്കാർക്കറിയാം. അപ്പോൾ എനിക്ക് ടെക്കിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷിജായിനെ അസൈൻ ചെയ്തിട്ട് ഇന്ന ഡ്യൂ ഡേറ്റ് വെക്കും. 2 ദിവസം കൊണ്ട് എനിക്ക് ഈ റിപ്പോർട്ട് കിട്ടണം എന്നുള്ള ഡ്യൂ ഡേറ്റ് വെക്കും. അത് ഷിജായി എനിക്ക് തരാനുള്ള റെസ്പോൺസിബിളാണ് എനിക്ക് തരാനുള്ളത്. അപ്പോൾ ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ ആൾക്കാരുണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെ വരാറുണ്ട്. സോ നമ്മളത് ഇങ്ങനെയാണ് സോൾവ് ചെയ്തത്. നമ്മൾ 5 പേരുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് കൂടി അതിനകത്ത് വലിയൊരു വാല്യൂ ഉണ്ടല്ലേ? അത് നമുക്ക് എല്ലാ രീതിയിലും ഉപകാരപ്പെട്ടുള്ളൂ. ഇപ്പോൾ 5 പേർക്ക് 5 ഡെസിഗ്നേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നസീമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഫൈനൽ തീരുമാനം എടുക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ അവർ ആ ഒരു ഏരിയയിൽ ബെസ്റ്റായി വർക്ക് ചെയ്യുന്നുമുണ്ട്. പിന്നെ വെറുതെ നമ്മളായിട്ട് അങ്ങോട്ട് പോകണ്ടല്ലോ. അവരിപ്പോൾ ഷിജ നമ്മൾ ടെക് സൈഡ് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. സുഫ നമുക്ക് ഫിനാൻഷ്യൽ സൈഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നത്. സഞ്ജു ഓപ്പറേഷൻസ് കംപ്ലീറ്റ് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ഔട്ട്ലെറ്റ് നമ്മൾ 5 പേരും ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇതാണെങ്കിൽ മാർക്കറ്റിംഗ് സൈഡ് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടൊരു സ്പേസ് കൊടുത്തു, അവരതിൽ എക്സ്പെർട്ട് ആവുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസിഷൻസ് സ്ലോ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിലുള്ള ഡിസിഷൻസ് ആ ഒരു ഡെസിഗ്നേഷനിലുള്ള ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് റെയിൽ റോൾസിൻ്റെ ഫ്യൂച്ചർ? എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? എന്താണ് റെയിൽ റോൾസിനെ ഇനി മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കിനി എന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? റെയിൽ റോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫുഡ് ടെക് ഇനേബിൾഡ് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ബ്രാൻഡാണ്. നമ്മൾ ഇനി കൂടുതൽ ട്രാവലേഴ്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് ട്രാവലേഴ്സ് ഫുഡ് പ്രോബ്ലം സോൾവ് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. ഇപ്പോൾ ട്രാവലേഴ്സിന് ഇപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഇപ്പോൾ ഒരു ട്രാവലറിന് ഇപ്പോൾ ടൈമാണ് കൺസ്ട്രെയിൻ. നമുക്ക് വെബ് ആപ്പിലൂടെ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് വാങ്ങിപ്പോകാം. ഇനി ആൾക്ക് ബഡ്ജറ്റാണോ കൺസ്ട്രെയിൻ? നമ്മുടെ റാപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 49 to 199 ആണ്. അവരുടെ ബഡ്ജറ്റിൽ ഓറിയൻറ്റഡായിട്ട് ഇപ്പോൾ. ഇനി അവർക്ക് ഹൈജീനാണോ കൺസേൺ? നമ്മൾ ഹൈജീനിക്കായിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഇനി അവർക്ക് ആക്സസിബിലിറ്റി ആണോ കൺസേൺ? നമ്മുടെ ഔട്ട്ലെറ്റ്സ് എല്ലാം റെയിൽവേ സ്റ്റേഷൻസിലോ അല്ലെങ്കിൽ ഇനി നമ്മൾ ഫ്യൂച്ചറിൽ ബസ് സ്റ്റേഷൻസിലോ ആയിരിക്കും. അപ്പോൾ അവരുടെ എല്ലാ രീതിയിലും ആക്സസിബിലിറ്റി, കൺവീനിയൻസ്, അഫോർഡബിലിറ്റി, അവരുടെ എല്ലാ പ്രോബ്ലവും നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരെ പ്രോബ്ലം സോൾവ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ കൺവീനിയൻസ് കൊടുക്കുക, കൂടുതൽ ആൾക്കാരെ യാത്രകൾ അവരുടെ സുഗമമാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. യാത്രക്കാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിലൂടെ നമുക്ക് വരുന്ന മോണിറ്ററി ബെനിഫിറ്റ്സുകൾ അതിപ്പോൾ നമ്മളിപ്പോൾ കറൻറ്റ് ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റർ ഓൺ ബോർഡർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റർ ഓൺ ബോർഡർ ആയതിനു ശേഷം നമുക്ക് കൂടുതൽ ആൾക്കാർ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇൻ ദ ടേംസ് ഓഫ് പല രീതിയിൽ അപ്പോൾ അങ്ങനത്തെ എല്ലാവരും ഹാപ്പിയാക്കാം. ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, നമ്മളെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇപ്പോൾ വെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരെല്ലാവരെയും ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. റെയിൽ റോൾസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. സോ അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. സോ അതിനു വേണ്ടിയിട്ട് കീപ്പ് ഓൺ വർക്കിംഗ്, ഒരു റെവല്യൂഷനൈസ് ട്രാവൽ ഡൈനിങ് എന്നുള്ള നമ്മളുടെ കീ മോട്ടോ ഫോളോ ചെയ്യുന്നു എന്നുള്ളൂ. ഇത് ഫാസ്റ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രാഞ്ചൈസി ഓണേഴ്സിനെ നമ്മൾ എന്തായാലും ഓക്കെ. നിങ്ങൾ റെയിൽ റോൾസിന്റെ ഫ്രാഞ്ചൈസിയും കൊടുക്കുന്നുണ്ട് ഇനി മുതൽ? അതെ അതെ. ഓക്കെ. ഫ്രാഞ്ചൈസി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോക്കോ മോഡലാണ്. ഫോക്കോ മോഡൽ. ഓക്കെ. ഈ ഫോക്കോ എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലായി എന്ന് വരില്ല, എന്താണ് ഫോക്കോ മോഡൽ? ഫ്രാഞ്ചൈസി ഓൺഡ്, കമ്പനി ഓപ്പറേറ്റഡ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു 1 year കൊണ്ട് ഉണ്ടാക്കിയ കമ്പനി റെപ്യൂട്ടേഷനൊക്കെ, ഗുഡ് വില്ലൊക്കെ ഒരു ഫ്രാഞ്ചൈസി ഓണറുടെ ഒരു ഓപ്പറേഷൻ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ ആളുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടോ നമുക്കത് പ്രശ്നം വരാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പനി ഓപ്പറേഷൻസ് ഫുള്ള് കമ്പനിയാണ് കീപ്പ് ഓൺ ചെയ്യുക. ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ നമ്മൾ ഫ്രാഞ്ചൈസിനെ കുറിച്ച് കുറേ പഠിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് ഫ്രാഞ്ചൈസി ഒരു ഗോസ്റ്റഡ് ഏരിയയാണ്. പലർക്കും അത് പറയുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു ഏരിയയാണ്. അതായത് പല ഫ്രാഞ്ചൈസീസും ജസ്റ്റ് ഫ്രാഞ്ചൈസി ഫീ വെച്ച് മാത്രം മാർക്കറ്റ് ചെയ്യും. കീപ്പ് ഓൺ ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ ഫണ്ട് വാങ്ങുന്നവരുണ്ട്. ഫുള്ളി ഒരു ക്ലാരിറ്റി കൊടുക്കാതെ പല ഫ്രാഞ്ചൈസി ഓണേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നവരുണ്ട്.
അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വൺസ് ഒരു ഫ്രാഞ്ചൈസി ഓണറെ ഹാപ്പി ആക്കി എങ്ങനെ ടേക്ക് ഓവർ ചെയ്യണം എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ഇത്രയും കാലം ആ സ്കെയിലബിൾ മോഡൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഫൈനാൻഷ്യൽ രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നുള്ളത്. അപ്പോൾ ഈവൻ ആൾക്ക് ഫുള്ളി ക്ലാരിറ്റിയിൽ ഒരു ഫ്രാഞ്ചൈസി എടുത്ത് ഈവൻ ഒരു 1.6 ഇയേഴ്സ് കൊണ്ട് പേ ബാക്ക് പീരീഡൊക്കെ കൊടുത്ത് ഹാപ്പി ആക്കി വിടാനാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫ്രാഞ്ചൈസീസിനെ ഷുവർ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. എത്ര വരും നിങ്ങളുടെ ഫ്രാഞ്ചൈസി കോസ്റ്റ് ഏകദേശം? ഇറ്റ്സ് അബൌട്ട് 14 ലാക്കാണ് നമുക്ക്. 14 ലക്ഷം രൂപ വരുന്നുണ്ട് നിങ്ങളുടെ ഫ്രാഞ്ചൈസി കോസ്റ്റ്? 14 ലക്ഷം രൂപ ഫ്രാഞ്ചൈസി കോസ്റ്റ് അല്ല, ഇറ്റ്സ് എ ടോട്ടൽ കോസ്റ്റാണ്. നമ്മൾ ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടെ വെച്ചിട്ടുള്ള കോസ്റ്റാണ് വരുന്നത്. എത്ര നാളത്തെ? ഈവൻ 5 മന്ത്സിന് വർക്കിംഗ് ക്യാപിറ്റൽ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് മാത്രമുള്ള നമുക്കൊരു ബിസിനസ്സിനെ പ്രോപ്പർ സ്റ്റഡി ചെയ്ത് മാർക്കറ്റിൽ പ്ലേസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അതൊരു ബ്രേക്ക് ഈവൻ പ്ലസ് പ്രോഫിറ്റിലൂടെ എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു സംഭവം മറച്ചു വെച്ചിട്ടോ ഒരു മിസ്കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവന്നിട്ടോ ഒരു ഇൻവെസ്റ്റർ ഓൺബോർഡ് ചെയ്യേണ്ട. നമുക്കത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാ ക്ലാരിറ്റിയും കൊടുത്ത് ആളൊരു സേഫ് ഇൻവെസ്റ്റ് ചെയ്ത് സേഫ് ആക്കുന്ന ഒരു സംഭവം. ലൈക്ക് ഷിബിൻ പറഞ്ഞ പോലെ നമ്മളെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഹാപ്പി ആക്കൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മോർ ദാൻ ദാറ്റ് ഇൻവെസ്റ്റർ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം പലപ്പോഴും ഫ്രാഞ്ചൈസി കോസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു തുക പറയും, പക്ഷെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന ഒരാൾ വന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും ഈ ഫ്രാഞ്ചൈസി കോസ്റ്റ് മാത്രമല്ല എൻ്റെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു എമൗണ്ട് ഒക്കെ വരുന്നുണ്ട്, ഒരു ഹിഡൻ കുറച്ച് എമൗണ്ടുകളുടെ ഉണ്ടെന്ന് അറിയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ദാറ്റ്സ് ബെറ്റർ. കാരണം 5 മാസത്തെ വർക്കിംഗ് ക്യാപിറ്റൽ അടക്കം ഇതിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒരു ഫ്രാഞ്ചൈസി മാനേജ്മെന്റ് അല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങളൊരു ഓൺട്രപ്രണറെ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതൊരു നല്ല ഇനീഷ്യേറ്റീവാണ്. ഓക്കെ, ഞാനിനി ഔട്ട് ഓഫ് ദി ബോക്സ് ലൈക്ക് നിങ്ങളെ 5 ഇത്രയും ചെറിയ പിള്ളേരെ കൈ കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനോട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കുറേയൊക്കെ ഉത്തരം എനിക്ക് കിട്ടി. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ ബാച്ചിലുള്ള എത്ര പേര് നാട്ടിലുണ്ട്? ഇപ്പോൾ വളരെ കുറവാണ്. മീൻസ് നാട്ടിലെ ഒരുവിധം എല്ലാവരും പുറത്താണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് വ്യത്യസ്തരായി? എൻ്റെ ചോദ്യം അതാണ്. അതിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തരായി? നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും സ്ട്രഗിളും ഇത്രയും പെയിനും എടുത്ത് നാട്ടിൽ നിൽക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ തോന്നിയില്ല? ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, അവർ പുറത്തോട്ട് പോകുന്നത് മോർ ദാൻ മോണിറ്ററി ബെനിഫിറ്റ്സ്, അവരുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ളവർക്ക് ബെറ്റർ ലൈഫ് സ്റ്റൈൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ഇതൊക്കെ. അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അതിനെ കണ്ടത്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതിന് സൊല്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ലേ. സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അവിടെ ഒരു കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവുന്നുണ്ട്, കുറേ വാല്യൂ ആഡഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഹാപ്പി ആവുന്നുണ്ട്, അവിടെ ഒരു നേരത്തെ മീൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, അവരെ ഹാപ്പിയായി ആ മീൽ കഴിച്ച ആൾ ട്രെയിനിൽ ഗ്യാസ് ട്രബിളും കാര്യങ്ങളായിട്ട് എത്ര ബുദ്ധിമുട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മളൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മളെ നാടിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു ഒരു സുഖം എന്ന് പറയുന്നത് വേറെയാണ്. പിന്നെ പ്ലസ് ഈവൻ ദോ ഈ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിലും പലരും നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് സംസാരിക്കും. അവരുടെ നിന്നുള്ള പ്രോപ്പർ ഫീഡ്ബാക്ക് ആയിരുന്നു, നിങ്ങൾ കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതാക്കി. ഈവൻ ദോ ഇപ്പോഴത്തെ എനിക്കൊരു MBA പ്രൊഫസർ ലിങ്ക്ഡിനിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ആശയത്തിനും റെയിൽവേസിനെ കുറിച്ചിട്ടാണ് ഞാനവിടെ ക്ലാസ് എടുക്കാറ് എക്സാമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ അപ്രിസിയേഷൻസ് നമുക്ക് കിട്ടുമ്പോൾ സോ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഹൈ കൂടി വലുതാണ്. സോ അതെനിക്ക് തോന്നുന്നില്ല നമ്മൾ പുറത്തൊരു പഠിക്കാൻ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ എവിടെയോ ഏതൊരു റീല് കണ്ടതുപോലെ ഈ ബ്രാൻഡ് ഉണ്ടാക്കുന്നതാണ് മക്കളെ ലഹരി എന്ന് പറയുന്നതല്ലേ, അതായിരുന്നു നിങ്ങളുടെ ലഹരി? ഓക്കെ, ഞാൻ സഞ്ജുവിലേക്ക് വരാം. ഞാൻ അടുത്ത എൻ്റെ ഒരു ചോദ്യം സഞ്ജുവിലേക്കാണ്. കാരണം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻസ് നോക്കുന്ന സഞ്ജുവാണെന്ന്. ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഓപ്പറേഷൻസ്. എല്ലാ കാര്യങ്ങളും ഹെക്റ്റിക്കാണ്, അതിലേറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ സെറ്റപ്പും ചെയ്തിട്ട് ഓപ്പറേഷൻസ് ചിലപ്പോൾ നന്നായി പോയില്ലെങ്കിൽ ആ കമ്പനി തോറ്റുപോയേക്കാം. ഇപ്പോൾ ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന വലിയൊരു ഘടകം ഏൽപ്പിച്ചിരിക്കുന്ന സഞ്ജുവിനെയാണ്. സഞ്ജു ഇത് എങ്ങനെ കൊണ്ടുപോയി നടക്കുന്നു? അപ്പോൾ എല്ലാ ബിസിനസ്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നാലും R&D ചെയ്ത് പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും ഇതൊക്കെ അവസാനം കസ്റ്റമേഴ്സിൽ എത്തിക്കുന്നത് ഈ ഒരു ഓപ്പറേഷൻ പ്രോസസ്സിലൂടെയാണ്. സോ ഇപ്പോൾ നമുക്ക് റെയിൽവേസിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ ഏറ്റവും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മൾ നമ്മുടെ സ്റ്റാഫുകൾക്ക് ഈസിയാക്കി കൊടുത്തു. ഇനിയിപ്പോൾ പർച്ചേസിന് പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ സാധനങ്ങൾ
ഔട്ട്ലെറ്റിലൂടെ എത്തുന്ന രീതിയിൽ എത്തിച്ചു. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഫുള്ള് SOP എല്ലാ കാര്യങ്ങളും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. എല്ലാ കാര്യം ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രശ്നം വന്നാൽ നമ്മൾ ഈ ഔട്ട്ലെറ്റിൽ ഒരു പ്രശ്നം വന്നാൽ ഇത് ഇവിടെ സോൾവ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു 100 ഔട്ട്ലെറ്റ് വരുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെ ഇത് ഈ ഒരു പ്രശ്നം വന്ന് സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുക. സോ നമ്മൾ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു 100 ഔട്ട്ലെറ്റിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഓപ്പറേഷൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. സോ നിങ്ങളില്ലെങ്കിലും നിങ്ങൾ നാളെ 100 ഔട്ട്ലെറ്റ് വന്നാലും നിങ്ങളില്ലെങ്കിലും വർക്ക് ആവുമോ? ഈസി ആയിട്ട് വർക്ക് ആവും. ഓ, അത്ര കോൺഫിഡൻസ് ആണ്. കൊള്ളാട്ടോ. അപ്പോൾ നിങ്ങളുടെ ചൂസ് കറക്റ്റാണ് ഓപ്പറേഷൻ ഏൽപ്പിച്ചേക്കുന്നയാൾ. ഇതുപോലെ ഞാൻ നേരെ ഇനി നസീമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നസീമാണ് ഇതിൻ്റെ R&D ചെയ്തിരിക്കുന്നത്. കാരണം ഇവർ ഇനി എത്ര തിയറി ചെയ്താലും എത്ര പ്രാക്ടിക്കലി ചെയ്താലും എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ റാപ്പാണ്. ഇത് കഴിക്കുന്നയാൾ നമുക്കൊരു നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ നമ്മുടെ ബിസിനസ് തീർന്നു, നമുക്കിനി മുന്നോട്ടുള്ള ഒരു ഇതില്ല. ഇതിനെ എങ്ങനെ ഈ R&D എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ നെടുംതൂണാണെന്ന് പറയും. ഈ നെടുംതൂണ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ R&Dക്കുള്ള പ്രസക്തി എന്താണ് ഒരു ബ്രാൻഡിന്? ആസ് യു സെഡ് R&D ഒരു നെടുന്തൂണ് തന്നെയാണ്. വി ഓൾ ബിലീവ് ദാറ്റ് ലൈക്ക് R&D ആണ് നമ്മളുടെ ഈ ബ്രാൻഡിൻ്റെ ഒരു ഹേർട്ട്. ഓക്കെ, ലൈക്ക് R&D നിന്ന് പോയാൽ മാർക്കറ്റിൽ നമ്മൾ അത്രയും ബാക്കിലോട്ട് പോകും. വി ഓൾ വോണ്ട് അവർ ബ്രാൻഡ് ഓൾവേസ് ടു ലൈക്ക് ഹൈ, എപ്പോഴും മാർക്കറ്റിലെ ടോപ്പിൽ നിൽക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. സോ R&D അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ എത്രയും നെഗറ്റീവിലാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് R&D ആണ്. നിങ്ങൾ പഴം കഴിച്ചിട്ടാണെങ്കിൽ R&Dയിലേക്ക് നമ്മൾ R&Dക്ക് നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ലൈക്ക് ഞങ്ങൾക്ക് ലൈക്ക് കസ്റ്റമറിന് കിട്ടുന്നുണ്ടാണെങ്കിലും ലൈക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ലൈക്ക് പുറത്തേക്ക് കൊടുക്കേണ്ട എക്സ്പീരിയൻസ് നമ്മൾ എവറി ടൈം ലൈക്ക് വി കീപ് ഇറ്റ് ഹൈ. സോ R&Dയിൽ ലൈക്ക് നമ്മൾ നല്ലോണം സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ ആദ്യത്തെ കിച്ചൺ എവിടെയായിരുന്നു? ആദ്യത്തെ കിച്ചൺ സഞ്ജുവിൻ്റെ വീട്ടിലായിരുന്നു. സഞ്ജുവിന്റെ വീടായിരുന്നു ആദ്യത്തെ കിച്ചൺ. അമ്മ ഇറക്കി വിട്ടോ? നമുക്ക് കിച്ചൺ ക്ലീനായിട്ട് കിട്ടിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 100% ഉറപ്പെടുത്തിയിട്ടുണ്ട്. ഈ R&D ചെയ്ത പ്രൊഡക്ട്സ് കഴിച്ച് വിശപ്പ് മാറ്റിയ ദിവസങ്ങളുണ്ടോ? വീട്ടിലായിരുന്നു പട്ടിണി നടന്നിട്ടില്ല എന്നല്ലേ? കൊച്ചിക്ക് വന്നവളാ പട്ടിണി നടക്കണ്ടാവുന്നത്. പട്ടിണി മീൻസ് അത്ര പട്ടിണിയല്ല, ഇതിൽ നമ്മൾ മീൻസ് നമുക്ക് ലഘൂകരിക്കുന്ന മെനൂസ് അങ്ങനെ കഴിക്കുന്ന ആ രീതിയാണ്. R&D ഞങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയി എടുത്തിട്ടുണ്ട്. ലൈക്ക് നോർമലി എല്ലാ ബ്രാൻഡ്സും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയി എടുക്കാറില്ല, ബട്ട് ഞങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയി എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് R&D എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഓർഗാനിക്കലി വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈക്ക് ഡിപ്പാർട്ട്മെൻ്റാണ് R&D. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും ഹൈ ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു കാര്യം R&D ആണ്. അതർവൈസ് ഇറ്റ്സ് മാർക്കറ്റിംഗ്, നമുക്ക് അത്രയും സ്പെൻഡ് ചെയ്യണം, ബട്ട് ബെറ്റർ ഓർഗാനിക്കലി നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റാണ് R&D. അത് നന്നായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമുക്ക് പല രീതിയിലായിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ R&D സൈഡിൽ നമ്മളെ പാക്കേജിങ്ങിലെ ഇന്നോവേഷൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും IRCTCയിലെ ഫുഡ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞ ആപ്പ് ത്രൂ നമ്മൾ ഡെലിവറി സർവീസ് ചെയ്യുന്നുണ്ട്, ട്രെയിനിലൂടെ ഡെലിവറി സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന ആൾ IRCTCയുടെ ഫുഡ് ഓൺ ട്രാക്ക് ആപ്പ് എടുത്ത് നോക്കുമ്പോൾ ഡൊമിനോസിനെക്കാട്ടും റേറ്റിംഗ് കൂടിയ ഒരു ബ്രാൻഡിൽ നിന്നാണ് അവർ ഓർഡർ ചെയ്യുന്നത്. ഡൊമിനോസിനേക്കാളും റേറ്റിംഗ് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുന്ന് ആളെ ഓർഡർ ചെയ്യുമ്പോൾ ആൾക്ക് കിട്ടുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ്, അവർ ചിലപ്പോൾ അവർ കിട്ടുന്ന നമ്മളെ പ്രീമിയം പാക്കേജിൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി റാപ്സാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അവരുടെ കണ്ണിൽ നമ്മളുടെ ഈ സ്ട്രഗിളും 21 വയസ്സ് ഇതെന്ന് പറഞ്ഞാൽ ആൾക്ക് കിട്ടുന്നത് ഒരു ഹയർ പ്രൊഡക്റ്റ്, ഒരു ഹയർ വാല്യൂ പ്രൊഡക്റ്റാണ് ആൾക്ക് കിട്ടുന്നത്. സോ അവിടെ ഇതിനെല്ലാത്തിനും കാരണം നസീമിൻ്റെ R&D എഫേർട്ടാണ്. സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇങ്ങനെ ഒരാളെ കൂടി ഒക്കെ ഞാൻ സഫാനിലേക്ക് വരികയാണ്. ഇവരിതൊക്കെ പറഞ്ഞാൽ ഏറ്റവും അവസാനം വന്നിട്ട് കണക്ക് ചോദിക്കൂലേ നമ്മളോട്, എത്ര ലാഭമുണ്ട് എത്ര നഷ്ടമുണ്ടെന്ന് ചോദിക്കുമല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് സഫാനാണ്. ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി, ഫിനാൻഷ്യൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥാപനം വളരാനും തളരാനുമുള്ള ഏറ്റവും വലിയൊരു ഫാക്റ്റാണ്. ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം? ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഡേ 1 മുതൽ അത്യാവശ്യമുള്ളതാണ്. ഈവൻ എവറി ബിസിനസ്സിന് അത്യാവശ്യമുള്ള സാധനമാണ്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പോലെ തന്നെ മാം പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഉണ്ട്. നമ്മളെ ഇടയിൽ എന്തൊക്കെ ചിലവുകൾ, ഈവൻ ചെറിയ എക്സ്പെൻസ് പോലും എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളത് നമ്മളെല്ലാ ഫൗണ്ടേഴ്സിനും അറിയാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈച്ച് ഡിസിഷൻസ് പോലും അത് ബേസ് ചെയ്തിട്ടായിരിക്കും. ഞങ്ങൾ ഈവൻ ഡേ 1 മുതൽ ക്രാക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, നമുക്കൊരു ബ്രേക്ക് ഇവൻ റവന്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റവന്യൂവിലെത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു യൂണിറ്റ് എക്കണോമിക്സ് ഉണ്ടായിരുന്നു. ആ യൂണിറ്റ് എക്കണോമിക്സിലാണ് നമ്മുടെ R&D വർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് വർക്ക് ചെയ്യുക.
അങ്ങനെയാണ് ഈവൻ ഞങ്ങൾ ഇനീഷ്യലി ഞങ്ങൾ ഫൈനാൻസ് ക്രാക്ക് ചെയ്തത്. ഈവൻ ഫൈനാൻസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഹെഡേക്ക് അല്ല. അതിനെ ഡിവൈഡ് ചെയ്ത് ഈ ചെറിയ ചെറിയ സാധനങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളത് ക്രാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ CM1 CM2 CM3 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. CM1 എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനം. ഞങ്ങളെ കൺസെപ്റ്റിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഫുഡ് കോസ്റ്റ് ആയിരുന്നു. എങ്ങനെ നമുക്ക് ഫുഡ് കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും, കാരണം അതാണ് നമുക്ക് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. ഫുഡ് കോസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, അത് ഫുഡ് കോസ്റ്റ് കൂടുതൽ പോവാതെ കുറഞ്ഞ മിനിമൽ ലെവലിൽ കൊണ്ടുപോയി എന്നാൽ കസ്റ്റമർ ഹാപ്പി ആവും വേണം. അങ്ങനെ ഫുഡ് കോസ്റ്റ് മാനേജ് ചെയ്ത് ദെൻ അതർ എക്സ്പെൻസിലോട്ട് പോയി. ഈവൻ നമുക്ക് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. അങ്ങനെ നമുക്ക് കോസ്റ്റിലൊരു വലിയ ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. CM1 മീൻസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഈച്ച് ലെവലിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ദെൻ മോർ ഓവർ ഞങ്ങൾ പോയത് AOV ആണ്, ആവറേജ് ഓർഡർ വാല്യൂ. ഒരു കസ്റ്റമർ എത്രയാണ് ആവറേജ് നമ്മുടെ ഷോപ്പിൽ സ്പെൻഡ് ചെയ്യുന്നത്, അത് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ശ്രമിച്ചു. അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാത്രം വർക്കൗട്ട് ആവില്ല. ഈവൻ അത് ഇൻക്രീസ് ചെയ്തതിലൂടെ ആ കസ്റ്റമർ ഹാപ്പി ആയാൽ മാത്രമേ ഉള്ളൂ ദെൻ നെക്സ്റ്റ് ടൈം അയാൾ ആ ലെവലിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഫൈനാൻസിൽ കുറേ ഗ്രേറ്റ് സാധനങ്ങൾ പരീക്ഷിക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഫൈനാൻസ് ഡാറ്റ വെച്ചിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ കുറേ ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ ഈ ഹെൽത്തി ക്ലാഷ് ഉണ്ടാക്കുന്നത് ഈ ഫൈനാൻസിന് കാരണം നമുക്ക് എല്ലാ ഇപ്പോൾ എന്നോട് പറയും ഇത്ര പൈസ തരും ഇതിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാന്ന് പറയും. അത് വലിയ ടാസ്ക്കായിട്ട് നമ്മൾ കണക്കാക്കലില്ല. ഈവൻ ഷിബിൻ ഒരു സാധനം പറയാണ്, വൺസ് എനിക്കൊരു 30K ഫോർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇത് വെക്കുന്നത്, ഒരു ബെഞ്ച് മാർക്ക് വെക്കുന്നത് അതെന്തിന് സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് അവൻ പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. ഈവൻ എല്ലാവരുടെ ഇടയിലും നമ്മളെ മീറ്റിംഗ്സിനിടയിൽ അവൻ പ്രൂവ് ചെയ്യും, എനിക്ക് 30K ഫോർ ദിസ് റീസൺ, അതുകൊണ്ട് എനിക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് മീറ്റിങ്ങിന് വരുമ്പോൾ അവന് എത്ര റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫൈനാൻസിലൊരു ക്ലാരിറ്റി എല്ലായിടത്തും വന്നതുകൊണ്ട് തന്നെ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ ഡിസിഷൻസ് അത്രയും OKR മോഡൽ ഫോളോ ചെയ്തു. OKR മീൻസ് ഒബ്ജക്റ്റീവ് ആൻഡ് കീ റിസൾട്ട്സ്. ഓക്കെ, നമ്മളൊരു ഒബ്ജക്റ്റീവ് ഇടും, അതിന് നമ്മളൊരു എന്തൊക്കെ കീ റിസൾട്ട്സ് ആണ് വേണ്ടതെന്നുള്ളത് നോക്കും. ഇപ്പോൾ നമ്മൾ ഇൻ ദ സെൻസ് എറണാകുളത്തെ സെയിൽസ് കൂട്ടുകയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിന് 4 കീ റിസൾട്ട്സ് ഇട്ടു. ഒന്ന് റെയിൽ റൂൾസിൻ്റെ അവയർനെസ് കൂട്ടുക, IRCTC ഫുഡ് ഓൺ ട്രാക്കിൻ്റെ അവയർനെസ് കൂട്ടുക, നമ്മൾ അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റിംഗ് കൂട്ടുക. അപ്പോൾ ഇങ്ങനത്തെ നമ്മളൊരു കുറച്ച് കീ റിസൾട്ട്സ് OKR മോഡലും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ എല്ലാതും മെഷർ ചെയ്യാൻ പറ്റിയ, എല്ലാവരുടെ വർക്ക് ഫ്ലോ കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യാൻ പറ്റിയ, അതിനനുസരിച്ച് നല്ല റിസൾട്ട്സും പ്രൊവൈഡ് ചെയ്യാൻ പറ്റി. ഞാനൊരു ഭയങ്കരമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന, ബിസിനസ്സിൽ അഗ്രഗണ്യരായ ഒരു 5 പേരുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ ഒരു ഫീൽ എനിക്ക്. കാരണം നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും ക്ലാരിറ്റിയിലാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കുന്നത്. ഭയങ്കര ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് റിയലി പ്രൗഡ്, ഭയങ്കര നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ തിരിച്ച് ഷിജാലേക്ക് എത്തുകയാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാം ചെയ്യണ്ടെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ ചെന്ന എല്ലായിടത്തും നമുക്ക് റിജക്ഷനാണ് കിട്ടിയേക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ഐഡിയക്കല്ല, നിങ്ങൾക്കാണ് റിജക്ഷൻ കിട്ടിയേക്കുന്നത്. ഈ റിജക്ഷനൊക്കെ കിട്ടിയപ്പോൾ എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് വിഷമം തോന്നി നമുക്ക് നിർത്തിയേക്കാമെന്ന് ഫീല് വന്നിട്ടുണ്ടോ? അത് ഈ റിജക്ഷൻസിനെ നമുക്കൊരു ഫ്യൂവലായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്? അപ്പോൾ ഈ റിജക്ഷൻസിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സംഭവം അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ല, നമ്മളാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആസറ്റ് പറയുന്നത് ഞാനെന്ന പേഴ്സണാണ്. അപ്പോൾ ഈ റിജക്ഷൻസിനെ ഞാൻ ആൻഡ് മൈ ടീം നോക്കിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെൽഫ് ഡെവലപ്പ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ സെൽഫിന് പുറമെ നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ റെയിൽ റോഡ്സ്, ആ റെയിൽ റോഡ്സിനെ ഡെവലപ്പ് ആക്കാൻ യൂസ്ഫുൾ അതിനുള്ള വാല്യൂസ് കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ് റിജക്ഷൻസിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ റിജക്ഷൻസ് ആണെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ അതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ചാൽ നമുക്കത് ഒരു നല്ല പോസിറ്റീവായിട്ട് മാറ്റാൻ കഴിയുള്ളൂ. റിജക്ഷൻസ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഡൗൺ ആവാനേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു, ആ റിജക്ഷനെ നമ്മൾ പ്രൂവ് ചെയ്യാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അതിന് പകരം അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏജിനെ കുറിച്ച് പറഞ്ഞു, ഈ ഒരു ഏജിൽ ഇതേപോലെ ചിന്തിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരും ഈ 3 കാറ്റഗറീസ് അല്ലെങ്കിൽ ഞങ്ങളും മറ്റുള്ളവർ അല്ലെങ്കിൽ ഞങ്ങളെക്കാളും മുകളിൽ ചിന്തിക്കുന്നവർ തമ്മിൽ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വരുന്ന ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് ആ ഒരു എക്സ്പീരിയൻസസിനോട് നമ്മൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്
ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ് നമ്മൾ ഞാൻ ഈ പേഴ്സൺ എൻ്റെ ബെസ്റ്റ് അസറ്റായിട്ടുള്ള ഞാനെന്ന പേഴ്സണ് ഡെവലപ്പായി എടുക്കുന്നത് ഈ പ്രോബ്ലംസ്, റിജക്ഷൻസ് ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് ഐ ഹാവ് ടുവേർഡ്സ് ദാറ്റ് റിജക്ഷൻസ്. അങ്ങനെ ഞാനെൻ്റെ മൈ ടീമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അടിപൊളി. ഞാൻ ഏറ്റവും അവസാനം അഗെയിൻ ഷിബിനിലേക്ക് എത്തുകയാണ്. ഷിബിൻ, നിങ്ങൾ ഏകദേശം എത്ര ഇൻവെസ്റ്റേഴ്സിനെ കണ്ട് ഈ ഐഡിയ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മൾ ടോട്ടൽ ഒരു 135 ഇൻവെസ്റ്റേഴ്സിൻ്റെ പിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നല്ല പിച്ചസ് ആയിരുന്നു. മീൻസ് നമുക്കൊരു ആദ്യം ഒരു 30 to 35 ഐഡിയ സ്റ്റേജിലായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്യുന്നത്. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി കോർപ്പറേറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിൽ കുറേ നമ്മൾ അങ്ങോട്ട് റിജക്റ്റ് ചെയ്തതുകൊണ്ട് ഇങ്ങോട്ട് റിജക്ഷൻ വന്നതുകൊണ്ട് അപ്പോൾ നമുക്കൊരു അങ്ങോട്ട് റിജക്റ്റ് ചെയ്തതുകൊണ്ട് മീൻസ് നമ്മൾ കോർ വാല്യൂസ് മിസ് ഔട്ട് ചെയ്യുന്ന രീതിയിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്. പിന്നെ നമ്മളൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിനെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ജസ്റ്റ് ഒരു മണി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, കമ്പനി ലെവൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്ററിനെയാണ് നമുക്ക് കിട്ടിയത്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തത് മിസ്റ്റർ അരുൺ കുമാർ, ആൾ എലാൻസിൻ്റെ ഡയറക്ടറാണ്. സോ അങ്ങനത്തെ ഒരു നമുക്ക് ആ ഒരു ലെവല് കാര്യങ്ങൾ ഒരേ സിനർജി ഉള്ള ഒരു ഇൻവെസ്റ്ററും കൂടി ആവണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് നമുക്ക് കുറച്ച് വൈകിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു നല്ലൊരു ആളെ തന്നെ കിട്ടി. ആൻഡ് സോ 135 ഇൻവെസ്റ്റേഴ്സിനോട് പിച്ച് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ലേണിംഗ്സ് ഉണ്ടായിട്ട് ഓരോ ടൈമിലെ റിജക്ഷനും ആ റിജക്ഷൻ എന്താണോ എന്നുള്ളത് അത് റെഡിയാക്കിയിട്ട് അടുത്ത ആളെ പോയി കാണുക എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ, ഇപ്പോൾ ഞാൻ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇൻ്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ആയിരുന്നെങ്കിലും എനിക്കിപ്പോൾ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്ന നല്ലൊരു ഓൺട്രപ്രണർഷിപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല പേഴ്സണലി. ഇത്രയും ഐഡിയാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു, നിങ്ങളിതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കി ഇതിനെ തന്നെ ഫോളോ ചെയ്ത് വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഒരു സൊസൈറ്റിയിൽ നിങ്ങളെപ്പോലെ നിൽക്കുന്ന ഒരുപാട് പേര്, നിങ്ങളെക്കാൾ ഏജ് ഉള്ളവരുണ്ടാകും, ആദ്യം ഷിജ പറഞ്ഞ പോലെ ഏജ് ഉള്ളവരുണ്ടാകും, ഏജ് ഇല്ലാത്തവരുണ്ടാകും, നിങ്ങളെക്കാൾ നല്ല ഐഡിയാസ് ഉള്ളവരുണ്ടാകും. ഇവരോട് ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് പോകുമ്പോൾ എങ്ങനെ ഈ ഒരു പിച്ച് ഉണ്ടാക്കണം, എങ്ങനെ ആ ഒരു പ്രസൻറ്റേഷൻ നടത്തണം എന്നൊക്കെ ചോദിച്ചാൽ ഷിബിൻ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്നൊരു ഉപദേശം? ഓക്കെ, നമ്മൾ അതിൽ നിന്നൊരു മനസ്സിലാക്കിയത് ആ ഒരു 135 പിച്ചിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്ന ഒരു 5 Tയിലോട്ടാണ്. 5 Ts. ഓക്കെ. ടീം, ട്രാക്ഷൻ, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്, ടൈമിംഗ് ആൻഡ് ടെക്. ഈ 5 കാര്യങ്ങളിലാണ് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 5 ചെക്ക് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് കിട്ടുന്ന രീതിയിലോട്ടാണ് ഓരോ ഫൗണ്ടേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോറി നമ്മളെ ബ്രാൻഡിന് നല്ല രീതിക്ക് ഫൗണ്ടറിന് സെല്ല് ചെയ്യാനും കൂടി പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കൺവേ ചെയ്യാൻ പോസിബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ, ഈ 5 കാര്യങ്ങളെ പെട്ടെന്ന് പറഞ്ഞു തരാമോ? ടീം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടീം ഉദ്ദേശിക്കുന്നത് ഫൗണ്ടിങ് ടീം. ഓക്കെ, ബേസിക്കലി ഫൗണ്ടേഴ്സിനെ വിശ്വസിച്ചിട്ടാണ്. എത്ര വലിയ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റർ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഫൗണ്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ഫൗണ്ടർ എത്രത്തോളം റിസിലിയൻ്റ് ആണ്, എത്ര റിസ്ക് എടുക്കാൻ പറ്റും, ആ ഒരു രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ടാം, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്. എത്ര വലിയ മാർക്കറ്റാണ്, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലത്തിൽ വളരാൻ പറ്റുമോ, ഇതിൻ്റെ CAGR എത്ര ഉണ്ട്, കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്ര ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടാം, സാം, സോം ഇതിൻ്റെ വലുപ്പം, മാർക്കറ്റിൻ്റെ വലുപ്പമാണ്, മാർക്കറ്റ് സൈസ് ആണ് മെയിനായിട്ട് അതിൽ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാക്ഷൻ. ഇവരെന്താണ് ഇത്രയും കാലം ചെയ്തിട്ടുണ്ടായിരുന്നത്, അവർക്കൊരു നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ, മീൻസ് നമ്മളെ കമ്പനിക്ക് ഒരു PMF ഉണ്ടോ, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കാറ്. പിന്നെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ ടൈമിങ്, അവിടെ ഒരു പ്രോപ്പർ ടൈമിംഗ് ആണ്. ഈ ഒരു ടൈമിങ്ങിൽ മീൻസ് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ സൊല്യൂഷൻസ് ഇതിലുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടൈമിങ് റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് ആണോ എന്നുള്ളത് എന്തായാലും ഇൻവെസ്റ്റേഴ്സ് നോക്കും. പിന്നെ 5 ടെക്, ഓൾമോസ്റ്റ് ഇത് ടെക്നോളജി കൊണ്ട് ഇത് ലിവറേജ് ചെയ്യാൻ പറ്റുമോ, കൂടുതൽ കാര്യങ്ങൾ ഫാസ്റ്റപ്പായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കാറ്. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും ഒരു ഇൻവെസ്റ്റർ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആളുകൾ നോക്കുന്നത്. നമ്മൾ അതനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യാനും നമ്മളിത് പ്രസൻറ്റ് ചെയ്യാനും. അതെ, ഉറപ്പായിട്ടും. ഓക്കെ, നസീം, ഈ നമ്മൾ റെയിൽ റോൾസ് എന്ന് പേരിട്ടു, R&D ഒക്കെ ചെയ്തു, പക്ഷെ നമ്മൾ റാപ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതന്നെ ഈ റാപ്സിൽ മാത്രം അങ്ങ് ഒതുങ്ങിപ്പോയേ? അത് ഒരു ട്രാവലറിന് നമ്മൾ നോക്കിയപ്പോൾ ഒരു ട്രാവലറിന് അത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഓപ്ഷൻ ആയിരുന്നു ലൈക്ക് നമ്മൾ R&D ചെയ്യുമ്പോൾ വിചാരിച്ചതന്നെ. ഒരൊറ്റ കൈ കൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ലൈക്ക് ആൻഡ് ഓൾസോ ഒരു ലൈക്ക് ഒരു മീൽ, ഒരു പ്രോപ്പർ മീൽ ഓപ്ഷനാണ്. ഒരു മീലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുഡും കൂടെ ആയിരിക്കണമല്ലോ. പക്ഷേ റാപ്പ് ലൈക്ക് നമ്മളുടെ എല്ലാ റാപ്സും ലൈക്ക് അറൗണ്ട് 250 to 250 gram പ്ലസ് ഉണ്ട്.
സോ പ്രോപ്പർ മീൽ ഓപ്ഷൻ ആണത്. ലൈക്ക് നമ്മുടെ റാപ്പ് എല്ലാവരും വിചാരിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് കഴിച്ച് നമ്മുടെ ഹെൽത്ത് കളയണ്ട, നല്ലൊരു റാപ്പ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ഹൈജീനിക് റാപ്പ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക. ട്രാവൽ അതുകൊണ്ടാണ് റാപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ തന്നെ നിൽക്കുന്നത്. യെസ് എക്സാക്ട്ലി. ആൻഡ് ഓൾസോ നമുക്ക് ലൈക്ക് നമ്മൾ ഒരുപാട് റാപ്പ് ഒരിക്കലും നമ്മൾ ലൈക്ക് നമ്മളെ മെനു വി ഹാവ് ലൈക്ക് ലിമിറ്റഡ് മെനു. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ ലൈക്ക് R&D ചെയ്തിട്ട് നമ്മൾ മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാര്യം എന്താ വെച്ചാൽ നമ്മളത്തെ ഒരു 100 മെനു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയിലിംഗ് കപ്പാസിറ്റി 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മളടുത്തൊരു ലൈക്ക് ലെറ്റ്സ് സേ ഒരു 10 മെനു മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയിലിംഗ് കപ്പാസിറ്റി 1000 കിലോമീറ്ററാണ്. സോ ദാറ്റ്സ് വൈ ലൈക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈക്ക് മെനു വി ഓൾവേസ് കീപ് ഇറ്റ് ലിമിറ്റഡ്. ഓക്കെ, അപ്പം ഇത് കാണുന്ന നിങ്ങളുടെ സ്ഥിരം കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രേക്ഷകർ മറ്റേ ഫിനാൻസ് മാനേജറോട് പറയും കുറച്ചുകൂടെ ഫണ്ട് കൊടുക്കണം കേട്ടോ, കുറച്ചുകൂടെ R&D ചെയ്ത് നല്ല ഫുഡ് കുറച്ചുകൂടെ ആഡ് ചെയ്യണം കേട്ടോ എന്ന്. ഓക്കെ, നമ്മളിപ്പോൾ ഈ നമ്മുടെ ടെക് പോർഷനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നോവേറ്റീവായിട്ട് നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കിയോസ്ക് മോഡലിൽ നിന്ന് മാറി ടെക് സൈഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എത്രത്തോളം റെയിൽ റോൾസിനെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ആ ഒരു ടെക് സൈഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? സോ ടെക് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം വെച്ചിട്ട് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു രാജ്യത്ത് 63% ആണ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് വരുന്നത്. ഓക്കെ, അത് ഇയർലി നല്ല സ്പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈവൻ കേരള റീസെൻ്റ്ലി ഇന്ത്യയിലെ ഫസ്റ്റ് ഡിജിറ്റൽ ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ടെക്കിൽ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കണം, അതും അത്യാവശ്യം നല്ല പേസിൽ. അപ്പോൾ അവിടെ ആസ് എൻ ഇൻഡിവിജ്വൽ ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ടെക്ക് നമുക്ക് ആവുന്ന പോലെ ലിവറേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ്. ഏത് വലിയ ബിസിനസ് ആയിക്കോട്ടെ, ഏത് ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, അവിടെ ഒരുപാട് ഓവർ സ്പെൻഡ് ചെയ്ത് ടെക്കിൽ സ്പെൻഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ ടെക്ക് നമുക്ക് ആവുന്ന പോലെ ടെക്കിൻ്റെ അഡ്വാൻറ്റേജസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ടെക്ക് ലിവറേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഒബ്വിയസ്ലി അതൊരു മണ്ടത്തരാണ്. അപ്പോൾ റെയിൽ റോൾസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആൾറെഡി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തു. അതിൽ നമുക്ക് കസ്റ്റമർ സൈഡിൽ നിന്ന് അവർക്ക് എത്രത്തോളം കൺവീനിയൻ്റ് ആക്കി കൊടുക്കാൻ പറ്റുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനിയും ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കുന്ന ഓരോ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അവർക്ക് ഒപ്റ്റിമൽ ആക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI, അതുപോലെ ഒരുപാട് ഓട്ടോമേഷൻ ഏജൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ലൈക്ക് ഞാൻ നോക്കിക്കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഈ ഒരു ടെക്കിൻ്റെ പൊട്ടൻഷ്യൽ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നഷ്ടം വരാൻ പോകുന്നത് എനിക്കും നമ്മുടെ കമ്പനിക്കുമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോക്കിക്കാണുന്നത് ഞങ്ങളെല്ലാവരുടെയും ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡും ഈവൻ ഫിനാൻഷ്യലായിക്കോട്ടെ ഓപ്പറേഷനിലായിക്കോട്ടെ എല്ലാത്തിനും ടെക്കിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ റൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ തന്നെ ഹെഡേക്സ് ആണ് പോണത്. ഓക്കെ, നമ്മുടെ ഹെഡേക്സ് ആണ് ഒഴിവാക്കി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാസ്റ്റായിട്ട് കിടക്കുകയാണ്. മെയിൻലി നമ്മൾ റെപ്പിറ്റേറ്റീവ് ടാസ്കുകൾ ഓട്ടോമേഷൻ യൂസ് ചെയ്തിട്ട് ഇതാക്കുന്നത്. പിന്നെ ഫിനാൻസ് രംഗത്തിലും കുറേ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ നമ്മൾ ടെക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഹൈജാക്ക് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ്. ഈവൻ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് വരുന്ന ടൈമിൽ അതിലൊരു മേജർ ഷെയർ ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ ഡാറ്റ കിട്ടണം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുൻപിൽ കിടക്കുകയാണ്. ഇത് ഒരിക്കലും നമുക്ക് അവിടെ പോയി അവരെ വിളിച്ച് ബോധ്യപ്പെടുത്താൻ പറ്റുമായിരിക്കും, പക്ഷെ അവിടെ നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയാണ്, നമ്മുടെ എഫേർട്ട് എനർജി ഒക്കെ വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടെക്ക് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൈ നോട്ട്. ഷിബിൻ, നിങ്ങൾ ഷിബിൻ്റെ ആ ഒരു വിശ്വാസത്തിൽ വന്ന 4 പേരും ഒട്ടും മോശക്കാരായിരുന്നില്ല എന്ന് തന്നെ പറയണമല്ലേ? അടിപൊളി ഒരു ടീം, അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ വളർന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു നല്ല സ്ഥാനം പിടിച്ചു, യാത്രക്കാരുടെ ഇടയിൽ നല്ലൊരു സ്ഥാനം പിടിച്ചു, സ്റ്റാർട്ടപ്പുകൾക്കിടയിൽ നിങ്ങളൊരു മാതൃകയായി. ഈ യാത്ര ഇനി പെട്ടെന്ന് തന്നെ വളരട്ടെ. നിങ്ങൾ സഫാന് കൊടുത്ത ആ ഒരു ട്രസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ഇനി ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഞങ്ങളും ഒപ്പം ഉണ്ടാകും എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെ വളരെ പ്രൗഡായിട്ടിരുന്നൊരു എപ്പിസോഡാണിത്. കണ്ടുപഠിക്കേണ്ട 5 പേര്. നിങ്ങളിത് ഈ വീഡിയോ തീർച്ചയായിട്ടും കേട്ടിരിക്കണം. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവർ എത്രത്തോളം പാഷനേറ്റാണ് ബിസിനസ് ചെയ്യുന്നത്, എത്രത്തോളം ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്, എത്രത്തോളം അവർ സ്റ്റഡീഡാണ്. ഒരു ആഗ്രഹമായിട്ട് മാത്രം കാണാതെ അതിൻ്റെ ഒരു സ്കെയിലപ്പ് മോഡലിനെ കുറിച്ച് അവർ പഠിച്ചിരിക്കുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയും ശരിക്കും നമ്മൾ പ്രായഭേദമന്യേ കണ്ടു പഠിക്കേണ്ട ഒന്നാണ്.
ഇതുപോലെ വേണം ഈ തലമുറ ഇനിയും വളർന്നു വരാൻ. ജെൻസിയെ കുറിച്ച് ഒരുപാട് തെറ്റായ കാഴ്ചപ്പാടുകളുള്ള കാലഘട്ടത്തിൽ ഇവർ 5 പേരും ഒരു മാതൃകയാണ്. ഈ യാത്ര ഇവരുടെ ഒപ്പം നമുക്കും ഉണ്ടാകാം മുന്നോട്ട്. അപ്പോൾ ഇനി എവിടെയെങ്കിലും റെയിൽ റോൾസിൻ്റെ ടീഷർട്ടോ അല്ലെങ്കിൽ അവരുടെ റാപ്പിൻ്റെ കവറോ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഇവരെ കാണുമ്പോൾ ഓർക്കുക ഈ എപ്പിസോഡ് ഈ 5 പേരുടെ ഒരുപാട് നാളത്തെ എഫേർട്ടാണിതെന്ന്. നമുക്കും അവരോടൊപ്പം ഇനി ഈ യാത്ര തുടരാം. താങ്ക് യു സോ മച്ച്.